സ്ലൈഡ് കാണാമോ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. ഇല്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. കാണാം അല്ലേ? ഓക്കെ. ഗുഡ് ഈവനിങ് ടു ഓൾ. നിങ്ങളെല്ലാവരും DMEയുടെ എക്സാം ഇപ്പോൾ റിട്ടേൺ എക്സാം എഴുതി ഇനി അടുത്ത ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ ഇന്റർവ്യൂവിന് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ഇന്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഏരിയയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ആ ഒരു റിട്ടേൺ എക്സാം എഴുതിയതിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, അതായത് ഒരു DMEയിൽ നമ്മൾ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ സബ്ജക്ട് എക്സ്പെർട്ടൈസ് സത്യത്തിൽ അവർ നമ്മളുടെ റിട്ടേൺ എക്സാം വഴി അസസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്റർവ്യൂകൾ എപ്പോഴും മെയിൻ ആയിട്ട് നമ്മളുടെ ഒരു സബ്ജക്ട് എക്സ്പെർട്ടൈസിനെ അളക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ ഒരു കോൺഫിഡൻസ്, ആപ്റ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പ്രൊഫഷൻ, അതിനെയൊക്കെ മെഷർ ചെയ്യാനാണ് ശരിക്കും ഒരു ഇന്റർവ്യൂ നടത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ സബ്ജക്ട് എക്സ്പെർട്ടൈസ് ശരിക്കും നമുക്കൊരു റിട്ടേൺ എക്സാമിന്റെ ആവശ്യമുള്ളൂ. ഒരു റിട്ടേൺ എക്സാമിൽ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മാർക്കിൽ നിന്ന് കിട്ടുന്ന ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമുക്കൊരു അത്രയും സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ അതൊരു ഇന്റർവ്യൂവിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ആ പ്രൊഫഷനോട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, എന്തുമാത്രം കോൺഫിഡന്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇന്റർവ്യൂ വഴി അറിയാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റിട്ടേൺ എക്സാം എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ കുറച്ചധികം പഠിച്ച് റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തവരാണ് പലരും. പക്ഷെ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പക്ഷെ പലർക്കും പേടിയാണ്. അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടി എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇപ്പൊ ചിലർക്ക് ഒരുപാട് ആളുകൾക്ക് നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമുക്കൊരു ക്രൗഡ് അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിന്റെ കുറവ്, ഇതൊക്കെയാണ് സാധാരണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് നയിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും ഒരു ഇന്റർവ്യൂ ബോർഡിൽ നമുക്ക് ആദ്യം ഇന്റർവ്യൂ ബോർഡിൽ എത്ര പേരുണ്ടാവും, അല്ലെങ്കിൽ അവർ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ടെൻഷൻ കുറെ അധികം കുറയ്ക്കാൻ പറ്റും അല്ലെ. മിക്കവാറും കുറെ അധികം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് അടിക്കുന്നത് നമുക്ക് തന്നെ കേൾക്കാമെന്ന്, ആ ഒരു പാൽപിറ്റേഷൻ വരെ ഫീൽ ചെയ്യുമെന്ന് പറയാം. അപ്പൊ ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, ആ സാധനത്തിനെ മാറ്റാനാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂല് എങ്ങനെയാണ് അവരുടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ഏത് തരത്തിൽ ആൻസർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതിന്റെ കൂടെ തന്നെ അതിൽ ഏറ്റവും ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യം ഒരു ഇന്റർവ്യൂ, നിങ്ങളിൽ പലരും മുന്നേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ടാവാം, ചിലർക്ക് ഇത് ആദ്യത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് അവർ നമ്മളുടെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവരൊരു റെസ്യൂമെ ഫില്ല് ചെയ്യാൻ തരും, നമ്മുടെ ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഫോം തരും. അപ്പൊ ആ ബയോഡാറ്റ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അവിടെ എത്തിയിട്ട് പെട്ടെന്ന് ആ ബയോഡാറ്റ കാണുമ്പോൾ നമുക്ക് ആ സമയത്ത് അത് ഫില്ല് ചെയ്യാൻ അതായത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ പോവുകയാണെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ അതിൽ ഫില്ല് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയാലും, നമ്മൾ ഏത് പഠിച്ചു, ഏത് സബ്ജക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ കാണും. പക്ഷെ അതിനേക്കാളും ഈ ബയോഡാറ്റ നമ്മൾ ഫില്ല് ചെയ്ത സാധനം, ആ പേപ്പർ നമ്മൾ ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എന്തായാലും ചോദിക്കാം. ഓക്കെ. ഇപ്പൊ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഒരു ഇന്റർവ്യൂവിന്റെ പാനലിൽ എത്ര പേരിരിക്കും, അത് എങ്ങനത്തെയൊക്കെ ആൾക്കാരാണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഒരു ഇന്റർവ്യൂ ബോർഡിൽ എന്തായാലും ഒരു PSCയുടെ മെമ്പർ 1 or 2 പേരുണ്ടാവും. ചിലപ്പോൾ PSC ചെയർമാൻ തന്നെ ഉണ്ടാവും, ഒരു PSC ബോർഡിൽ നിന്നുള്ള ഒരു മെമ്പർ ഉണ്ടാവും, പിന്നെ സബ്ജക്ട് എക്സ്പെർട്ടൈസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗിന്റെ ഫീൽഡിൽ നിന്ന് ഏറ്റവും ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ DMED ഒക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും JDN ഒക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്.
അതുപോലത്തെ അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഏറ്റവും ഹയർ പോസ്റ്റിലുള്ള ആളുകൾ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്നുള്ള എക്സ്പേർട്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏത് സബ്ജക്റ്റിൽ നിന്നുള്ള എക്സ്പേർട്ട് ആണ് അതിലിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ മാത്രമേ നമ്മൾക്ക് ആ ഒരു ലക്ക് എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ലക്ക് എന്നുള്ളതിനേക്കാളും പ്രാക്ടീസ് എന്ന് പറയുന്ന ഫാക്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഒരു 5 മെമ്പേഴ്സ് ഇരിക്കുന്ന ഒരു പാനലാണെന്ന് വിചാരിക്കുക. 4 അല്ലെങ്കിൽ 5 ചിലപ്പോൾ 6 മെമ്പേഴ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു പാനൽ ആണെങ്കിൽ അവരെങ്ങനെയാണ് എങ്ങനെയായിരിക്കും അവരതിന്റെ മാർക്ക് ഇടുക, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലിപ്പോ ഒരു 5 മെമ്പേഴ്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ 5 മെമ്പേഴ്സും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അല്ലാതെ കുറെ പേരിങ്ങനെ മിണ്ടാതിരിക്കും, ഒരാൾ മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കും, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല. എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഒരാൾ ചോദിച്ച് ആ ക്വസ്റ്റ്യന്റെ ഉത്തരം നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടുത്ത ആളിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ആദ്യം ചോദിച്ച ആളിനുള്ള ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേറൊരാൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആള് ഇൻസൾട്ടഡ് ആവാതെ നമുക്ക് എങ്ങനെ രണ്ടാമത്തെ ആളിനെയും പ്ലീസ് ചെയ്തുകൊണ്ടുള്ള ആൻസർ പറയാം. അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പാനിക് ആവാൻ അത് മതി. കാരണം നമ്മൾ ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മനസ്സിൽ അതിനുള്ള ഫുൾ ആൻസറും ഉണ്ട്. പക്ഷെ നിങ്ങളത് പകുതി എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിർത്താം, ഈ ആൻസറിന് ഇവിടെ നിർത്തിയിട്ട് മറ്റേ ആൻസർ ഞാൻ ചെയ്യണോ? അപ്പൊ അങ്ങനെ ചെയ്താൽ എന്നോട് ആദ്യം ചോദിച്ച ആളിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആവുമോ? അപ്പൊ അയാൾ എനിക്ക് മാർക്ക് കുറയ്ക്കോ? ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പാനിക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കണ്ടിൻജൻസീസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ആൻസർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ, ഇന്റർവ്യൂവിന് എങ്ങനെ പോകാം, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, വാക്കിംഗ് സ്റ്റൈല്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല്, ടോണ്, പോസ്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആദ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ, ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒരു റിട്ടൺ എക്സാം എഴുതിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോപ്പിക്സിൽ ഉള്ള കൂടുതൽ ഇൻഫർമേഷൻ തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നാലും നമുക്ക് അതിനകത്ത് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കണം എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ബയോഡാറ്റയിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഇത്രയും ടൈം, നിങ്ങൾക്ക് ഇപ്പൊ എത്ര ദിവസം കിട്ടുമോ അത്രയും ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. ആ ബയോഡാറ്റയിൽ എന്തൊക്കെയാ ഫില്ല് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് ആ ഫോമിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനകത്ത് പല കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ഡിഗ്രി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പഠിച്ച കോളേജ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് എൻ്റർ ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോബീസ്, എക്സ്പീരിയൻസ്, നിങ്ങൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് മുമ്പ്, നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾ ആദ്യം മനസ്സുകൊണ്ടൊരു നല്ല ആൻസർ പ്രിപ്പയർ ചെയ്ത് അത് നിങ്ങൾ പഠിച്ചു തന്നെ വെക്കണം. എന്തിനാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ ബയോഡാറ്റ കൈ കിട്ടുന്ന സമയത്ത് നമുക്ക് എവിടെ നോക്കി എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ആൻസർ ഒക്കെ പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് പാനിക് ആവാതെ ആ നേരത്ത് ഇരുന്ന് ഇതൊക്കെ എഴുതാം. മാത്രമല്ല നിങ്ങൾ ആലോചിക്കണം, ഈ എഴുതിയ നല്ല ലെജിബിൾ ആയിട്ട് എഴുതണം കേട്ടോ. ലെജിബിൾ ആയിട്ട് എഴുതണം എന്ന് പറയാൻ കാരണം ഈ ബയോഡാറ്റ ആ ഇന്റർവ്യൂവേഴ്സിന്റെ കയ്യിലെത്തും. അപ്പൊ അത് നോക്കിയിട്ടാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും വരിക, അതിന്റെ ബേസിലാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ എഴുതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതാണ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നത് കാഷ്വാലിറ്റിയിലാണ്, അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിൽ എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്നത്, ഓ അപ്പൊ ഇന്ന ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, നിങ്ങൾ ടെൽ മീ സംതിങ് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിനെ പറ്റിയായിരിക്കും ഡയറക്റ്റ് ആ ക്വസ്റ്റ്യനിലോട്ടായിരിക്കും അവർ പോവുക. സോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബയോഡാറ്റയാണ്, ബയോഡാറ്റ എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളെ തന്നെ എറിയാനുള്ള വടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. സോ അതിൽ എഴുതുന്ന ഈച്ച് ആൻഡ് എവറി പോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല തറോ നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങൾ അത് നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണം ആ ബയോഡാറ്റയ്ക്ക് അകത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ ആ ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന ആ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ തരുന്ന ആ പേപ്പർ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, നമുക്ക് അതിനകത്ത് ഒരു ടെൻഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പാനിക് ആവാതെ നമ്മൾ അതിനെ വൃത്തിയായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പറയുകയാണെങ്കിൽ, അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിന്റെ ഒക്കെ കോളത്തിൽ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് തന്നെ എഴുതാൻ പാടുള്ളൂ. നിങ്ങളിപ്പോ എവിടെയും വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അവിടെ എഴുതുകയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ഇത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇത്ര വർഷം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീപ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്
അത് നിങ്ങൾ പറയുന്ന ആൻസർ ചെയ്യുന്ന ആ പറഞ്ഞത് കള്ളമാണെന്ന് പിന്നീട് പ്രൂവ് ചെയ്യപ്പെടാനൊന്നും പാടില്ല. എന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ അപ്പൊ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് മാർക്കായിട്ട് പോകും. സോ ആ കാര്യം ആലോചിക്കണം. സോ സത്യസന്ധമായ ആൻസറുകൾ അതിനകത്ത് എഴുതാം. പക്ഷേ സത്യസന്ധമായ ആൻസർ എഴുതുമ്പോഴും നമുക്ക് നമ്മളെ നന്നായി ഹൈലൈറ്റ് ചെയ്ത ആൻസർ എഴുതാവുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ചോദിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു നല്ല ഒരു ടീം മേറ്റ് ആയിട്ട് എനിക്ക് നല്ല ടീമിൽ നന്നായി വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. ഐ എം എ ഗുഡ് ടീം മേറ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു നല്ല ടീം ലീഡർ ആണ്, എനിക്കൊരു നല്ല പ്രൊഫഷണലി നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ എപ്പോഴും പറ്റും, ഒരു ടീമിനകത്ത് നന്നായി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാറുണ്ട്, പിന്നെ അണ്ടർ പ്രഷറിലും എനിക്ക് നന്നായി പ്രൊഫഷണലി വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതായത് ഈവൻ നമ്മൾക്ക് എന്താ പറയാ ഒരു ഹോസ്പിറ്റലിനകത്ത് ശരിക്കും ഒരു നഴ്സിംഗ് ഓഫീസറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് എഴുതിയാൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇനി വീക്ക്നെസ് എഴുതുന്ന സമയത്തും നമ്മളിങ്ങനെ എന്താ പറയാ നമ്മളുടെ പക്ക ശരിക്കുള്ള ഒരു വീക്ക്നെസ്, അതായത് എന്താ പറയാ ഇപ്പൊ നമ്മൾക്ക് എനിക്ക് പേഷ്യൻസ് കരയുന്നത് കണ്ടാൽ ഞാൻ ഭയങ്കര വീക്കായി പോകും, ഞാൻ മെന്റലി അൺസ്റ്റേബിൾ ആവും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും എഴുതരുത്. വീക്ക്നെസ് ചോദിച്ചിരിക്കുന്നത് ഒരു എന്താ പറയാ നമ്മളുടെ എക്സാക്ട് വീക്ക്നെസ്സിനെ അതുപോലെ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ നെഗറ്റീവായി വരുമെങ്കിൽ അതിന് നമ്മൾ ആ ഫോമിൽ എഴുതരുത്. മറിച്ച് നമുക്ക് അതിനെ കുറച്ച് പോസിറ്റീവ് ആക്കി എഴുതാം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയാ ഒരു പേഷ്യൻസിന്റെ അടുത്ത് എനിക്ക് നല്ല സിമ്പത്തി ഉണ്ട്, അല്ലെങ്കിൽ നല്ല എംപത്തറ്റിക് ആയിട്ട് എനിക്ക് അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കാൻ പറ്റും. അല്ല അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുന്നത്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഐ ക്യാൻ വർക്ക് ഈവൻ അണ്ടർ പ്രഷർ, ബട്ട് എനിക്ക് ആളുകളോട് ഒരേ സമയം എംപത്തറ്റിക്കലി എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ഞാൻ എംപത്തറ്റിക്കലി ആളുകളുടെ കൂടെ വളരെ നന്നായി തിങ്ക് ചെയ്യുമെങ്കിലും പ്രൊഫഷണലി എനിക്ക് നന്നായി ഹാൻഡിൽ ചെയ്യാനും സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും പറ്റാറുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കുക. അപ്പൊ വീക്ക്നെസ് എഴുതുന്ന സമയത്ത് അതെപ്പോഴും അതിലൊരു പോസിറ്റീവ് ആസ്പെക്ട് വരുന്ന രീതിയിൽ, ഇപ്പൊ ഒരു എക്സ്ട്രാ ബേർഡൻ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നാലും അത് നന്നായി മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റും. അല്ലെങ്കിൽ ഒരു എന്താ പറയാ ചില സിറ്റുവേഷൻസിൽ ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട് തിങ്ക് ചെയ്യാറുണ്ടെങ്കിലും ഞാനത് ഐഡന്റിഫൈ ചെയ്ത് അത് പ്രൊഫഷണലി ഡീൽ ചെയ്യാനും എനിക്ക് പറ്റും. ആ രീതിയിലേക്കാക്കി അതിന് എഴുതാം. ഒരു വീക്ക്നെസ് എഴുതുമ്പോൾ പക്ക അതൊരു വീക്ക്നെസ് എന്നുള്ള രീതിയിൽ എഴുതാതെ ആ വീക്ക്നെസ്സിനകത്തൊരു പോസിറ്റീവ് ഉണ്ടാവുന്ന രീതിയിൽ അതിനെ മാറ്റി എഴുതാം. സോ അത് നന്നായി തിങ്ക് ചെയ്തിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട് ഏത് രീതിയിലാണ് വരേണ്ടത് എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണോ? ഇല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, അപ്പൊ നമ്മളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം എഴുതാം. എനിക്ക് പേഷ്യൻസിനോട് നല്ല എംപത്തറ്റിക്കലി ബിഹേവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താ പറയാ നല്ല പോലെ തിങ്ക് ചെയ്തിട്ട് ആ ഒരു വീക്ക്നെസ് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് ഇന്റർവ്യൂവറിന് തോന്നേണ്ടത് ആ ഒരു വീക്ക്നെസ്സിനകത്തൊരു പോസിറ്റിവിറ്റി വേണം. അതായത് ആള് അത്രയും എക്സ്ട്രാ അല്ലെങ്കിൽ അത്രയും നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് ആ വീക്ക്നെസ്സിൽ നിന്ന് കിട്ടേണ്ടത്. സോ ആ രീതിയിൽ തിങ്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിൽ എന്ത് എഴുതണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചു വെക്കുക. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതും ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ തന്നെ എഴുതുക. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ബയോഡാറ്റ എപ്പോഴും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എന്തൊക്കെ എഴുതണം എന്ന് ആലോചിച്ച് പോവാം. ബയോഡാറ്റയിൽ എഴുതുന്ന ഈച്ച് ആൻഡ് എവറി ലൈൻ എഴുതുമ്പോഴും അതിൽ നിന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന ഓർമ്മ വേണം. ആ ഓർമ്മയിൽ നിന്ന് കൊണ്ട് മാത്രം ബയോഡാറ്റയിലെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇന്റർവ്യൂ എറ്റിക്വറ്റ്സ് നോക്കാം. അതായത് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. ഓക്കെ, ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് നമ്മളൊരു ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചുകൊണ്ട് മേ ഐ കം ഇൻ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ നമ്മളുടെ ആ ഫസ്റ്റ് അപ്പിയറൻസ്, നമ്മൾ ആ ഡോറ് തുറന്ന് കയറുന്ന സീനാണ് അവരുടെ മനസ്സിൽ ആദ്യം വരിക അല്ലെ. അപ്പൊ അവര് ഫസ്റ്റ് നമ്മളെ കാണുന്നത് ആ ഡോറ് തുറന്ന് അകത്ത് വരുന്നതിലാണ്. അതിൽ നമ്മളുടെ ഒരു ഫുൾ വ്യൂ അവർക്ക് കിട്ടും, ഹെഡ് ടു ഫുട്ട് വ്യൂ അവർക്ക് കിട്ടും. സോ ആ ഒരു നീറ്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്പിയറൻസ് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലും നിങ്ങളുടെ വാക്കിങ്ങിലും എല്ലാത്തിലും ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ഡോറ് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ എക്സ്ക്യൂസ് മീ സർ, എക്സ്ക്യൂസ് മീ മാം എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ കയറാം. ഒരു റൂമിൽ വിമൻ ആൻഡ് മെൻ ഉണ്ടെങ്കിൽ വിമനെയാണ് ആദ്യം ഗ്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ്ക്യൂസ് മീ മാം, എക്സ്ക്യൂസ് സർ, ക്യാൻ ഐ ഗെറ്റ് ഇൻ എന്ന് ചോദിച്ചുകൊണ്ട് കയറാം. ഒരു റൂമിൽ മെൻ ഉണ്ടെങ്കിൽ മെന്നിനെയാണ് ആദ്യം ഗ്രീറ്റ് ചെയ്യേണ്ടത്.
അവരിയ്ക്കാൻ പറയും. അപ്പോൾ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുമ്പോൾ താങ്ക് യു സർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ചെയർ വലിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കരുത്, അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ചിലര് നമ്മൾ ഒരു പാനിക്കിലായിട്ട് നമ്മൾ ചെയർ ഇങ്ങനെ വലിക്കുമ്പോൾ കിർന്നുള്ള സൗണ്ട് വരും. അപ്പൊ അങ്ങനത്തെ ഓക്വേർഡ് മൊമെന്റ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ അപ്പിയറൻസിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം ഹെയർ. മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ കട്ടൊക്കെ ചെയ്ത് നല്ല നീറ്റ് ആയിട്ടുള്ള അപ്പിയറൻസിൽ പോവാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ പാറി പറന്ന മുടിയോടുകൂടി അങ്ങനെ വരാതിരിക്കുക. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇന്റർവ്യൂവിന് ഇങ്ങനെ ഓടിക്കതെത്തുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഒരു 1/4 മണിക്കൂർ നേരത്തെ റിപ്പോർട്ടിംഗ് ടൈമിനേക്കാൾ മുന്നേ അവിടെ എത്തുക. എന്നിട്ട് നല്ല ബാലൻസ്ഡ്, മെന്റലി ഒന്ന് ബാലൻസ്ഡ് ആയതിനു ശേഷം മാത്രം അകത്തേക്ക് കയറാനുള്ള സിറ്റുവേഷൻ ആയിരിക്കണം. സോ ഒരു കാരണവശാലും ഓടിക്കതെത്തുക അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് എത്തുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുക. പറ്റുമെങ്കിൽ കുറച്ച് ദൂരത്തു നിന്നൊക്കെയാണ് ഇന്റർവ്യൂവിന് വരേണ്ട ആൾക്കാരെങ്കിൽ തലേ ദിവസം പോയി റൂം എടുത്ത് താമസിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഏർലി മോർണിംഗ് റെയിൽവേ, ഇപ്പൊ നമ്മൾ ട്രെയിനിലൊക്കെ രാവിലെ മോർണിംഗ് എത്തി പിന്നെ ഒരു 9 മണി 10 മണി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് സാധാരണ ട്രെയിനൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓടി പിടിച്ചെത്തുന്ന പ്രശ്നമൊക്കെ വരിക. സോ അത് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് തലേ ദിവസം വന്ന് താമസിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്തായാലും നിങ്ങൾ ആ ഇന്റർവ്യൂ നടക്കുന്നതിന്റെ കുറച്ചധികം മുന്നേ നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. അപ്പൊ നിങ്ങൾക്കൊന്ന് മെന്റലി ബാലൻസ് ചെയ്യാനും ആ എൻവയോൺമെന്റിനോടൊന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ടൈം കിട്ടും. ഓക്കെ, അപ്പൊ അത് മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കണം. ഇത് നമ്മൾ എത്ര പ്രിപ്പയർ ആയിട്ട് പോയാലും നമ്മളൊരു സ്ഥലത്ത് വളരെ ഓടിക്കഴിച്ചാണ് എത്തുന്നതെങ്കിൽ അത് നമ്മുടെ ഡ്രസ്സിങ്ങിലും നമ്മുടെ അപ്പിയറൻസിലും നമ്മുടെ കോൺഫിഡൻസിൽ വരെ അത് റിഫ്ലക്ട് ചെയ്യും. സോ ആ കാര്യം ആലോചിക്കുക. പിന്നെ ഹെയറിന്റെ കാര്യം, ഒരുപാട് ഓയിലി ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ആയി പാറി പറന്ന രീതിയിലും ഹെയർ ഒരിക്കലും സെറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു മിനിമം ഓയിൽ മതി. എന്നാൽ അതേസമയം ഇങ്ങനെ വല്ലാതെ പറന്ന് കളിക്കുന്ന രീതിയിലുള്ള ഹെയർ ആയിരിക്കരുത്. സോ അത് ഒരു ഹെയർ ക്രീം ഒക്കെ തേച്ച് അത്യാവശ്യം സെറ്റ് ചെയ്തിട്ട് വരിക. മെയിൽസ് ആണെങ്കിൽ ഒരു ഹെയർ കട്ടൊക്കെ ഒരു നീറ്റ് ആയിട്ടുള്ള ഹെയർ കട്ടിൽ പോകാൻ ശ്രദ്ധിക്കണം. നമ്മൾ അധികം ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഒഴിവാക്കുക, അറ്റ്ലീസ്റ്റ് ഇന്റർവ്യൂവിനെങ്കിലും. കാരണം ഈ ഇന്റർവ്യൂവിന്റെ നമ്മുടെ അപ്പിയറൻസ്, നമ്മളുടെ ഒരു പ്രൊഫഷണൽ ബിഹേവിയർ, നിങ്ങളുടെ ഒരു മെച്യൂരിറ്റി ലെവല്, ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ലുക്കിൽ തന്നെ അവരുടെ മനസ്സിൽ ആദ്യത്തെ നമ്മുടെ ഇംപ്രഷൻ വന്നു കഴിയും. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ മുടി അഴിച്ചിടാത്തതായിരിക്കും എപ്പോഴും ബെറ്റർ. നിങ്ങൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ നമ്മളിപ്പോ ഇങ്ങനെ ചില ആൾക്കാർ മുടി ഇങ്ങനെ വിരിച്ചിട്ടിട്ട് വരുമല്ലോ. അപ്പൊ മേ ബി നമ്മളെ കാണാൻ ഭംഗി അങ്ങനെയായിരിക്കും, പക്ഷെ ഇവിടെ ഭംഗി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ പ്രൊഫഷണൽ ലുക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ പറ്റുന്നത് മുടി കെട്ടിവെക്കുകയാണ് നല്ലത്. പിന്നിടണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് എല്ലാ മുടിയും കൂടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് വെക്കുക, അങ്ങനെ എന്തെങ്കിലും നീറ്റ് ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. സോ അതിനകത്തൊരു പ്രൊഫഷണൽ ലുക്ക് മസ്റ്റ് ആയിട്ടും വേണം. സോ ഹെയറിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ ആൻസർ ചോദിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒന്നും നമ്മൾ തല ചൊറിയുക, കഴുത്തിന്റെ പുറകിൽ ചൊറിയുക, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യരുത്. നമ്മുടെ മാനറിസംസ് ഒക്കെ വളരെയധികം പ്രൊഫഷണൽ ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് പറയാനുള്ളത് നെയിൽസ് ആണ്. നെയിൽസ് നിങ്ങൾ നഖം നീട്ടി വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ആ ഇന്റർവ്യൂവിന്റെ ദിവസത്തേക്കെങ്കിലും ഉറപ്പായിട്ടും അത് കട്ട് ഷോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, കാരണം ആ ഒരു നീണ്ട നഖങ്ങളൊക്കെ ഒരിക്കലും അതൊരു നഴ്സിംഗ് ഓഫീസറിൽ നിന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോ നമ്മളത് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും എന്നുള്ളതല്ല. ഇന്റർവ്യൂവിന്റെ അന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നെയിൽ കട്ട് ചെയ്ത് നല്ല ട്രിം ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള നെയിൽസ് വെക്കുക. ഓക്കെ, ഇപ്പൊ പറ്റുമെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ അന്നത്തെ ദിവസം അവോയ്ഡ് ചെയ്യുക. ആ ഒരു ഇന്റർവ്യൂവിന്റെ ദിവസം മാത്രം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് ഡ്രസ്സിങ്ങിൽ നല്ല ഡീസെന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. മെയിൽസ് ആണെങ്കിൽ ഷർട്ടും പാൻസും, ഒരു എക്സിക്യൂട്ടീവ് പാൻസ് സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മോർ ദാൻ ജീൻസ് അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു ഫോർമൽ പാൻസ് ആണ് എപ്പോഴും നന്നാവുക. ഫോർമൽ പാൻസ് ആൻഡ് ഷർട്ട് സെലക്ട് ചെയ്യുക. പറ്റുന്നെങ്കിൽ ഇൻ ചെയ്യുക, നിങ്ങൾ ബെൽറ്റ് ഒക്കെ ഇട്ട് ഇൻ ചെയ്തിട്ടൊക്കെ പോവുക. ഷൂസ് ഇടാവുന്നതാണ്, ഷൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല മെയിൽസിന്. അപ്പോ ഒരു നല്ലൊരു നീറ്റ് പ്രൊഫഷണൽ ലുക്ക് തരുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടുക. ടീഷർട്ട്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അല്ല ടീഷർട്ട്സ് ഇടുകയാണെങ്കിൽ തന്നെ ഒരിക്കലും റൗണ്ട് നെക്ക് ഉള്ള ടീഷർട്ട് ഇടരുത്, കോളർ ഉള്ള ടീഷർട്ട് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലുക്ക് തരുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് തന്നെ ഇടാം. പിന്നെ ഫീമെയിൽസിന്റെ കാര്യത്തിലാണെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ ഇടുക. സാധാരണ നമ്മളിപ്പോ എല്ലാവരും ഷോൾ ഇല്ലാതെ കുർത്തീസ് ആണ് സാധാരണ എല്ലാവരും ഇടാറുള്ളത്. പക്ഷെ ബെറ്റർ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ഷോൾ ഉള്ള ഒരു ചുരിദാർ തന്നെയായിരിക്കും ബെറ്റർ. എന്തുകൊണ്ടും ചുരിദാർ അല്ലെങ്കിൽ സാരി ആയിരിക്കും ബെറ്റർ, കാരണം അതൊരു പ്രൊഫഷണൽ അപ്പിയറൻസ് തരും. പിന്നെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സോ വളരെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സോ ഇടരുത്. ഒരു നമ്മളുടെ ഫിറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുക. ഇനി ചുരിദാർ ആണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഷോള് പിൻ ചെയ്യണം.
കാരണം നിങ്ങളൊന്നും തന്നെ ആലോചിച്ചു, ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, സംസാരിക്കുന്നതിനിടയിൽ ഷോൾ ഇങ്ങനെ വീണോണ്ടേയിരിക്കുന്നു, കൈ കൊണ്ട് നമ്മൾ ഷോൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നതാണെങ്കിൽ അത് മുന്നിൽ ഇരിക്കുന്ന കാണുന്ന നമ്മൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. സോ ആ ഒരു ഇന്റർവ്യൂവറിന് ആ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് കൊടുക്കാതിരിക്കുക. സോ ഷോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐദർ രണ്ട് സൈഡും പിൻ ചെയ്ത് വെക്കുക, അല്ല നിങ്ങൾ വൺ സൈഡ് ഷോൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല പ്രൊഫഷണലി വൺ സൈഡ് ഷോൾ ഇടുന്നുണ്ടെങ്കിൽ വൺ സൈഡ് പിൻ ചെയ്തിട്ടിട്ട് മറ്റേ സൈഡ് കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പൊ അതിനൊരു നീറ്റ് അപ്പിയറൻസ് വേണം. സോ നിങ്ങൾ ഏത് ടൈപ്പ് ഡ്രസ്സാണ് അന്നത്തെ ദിവസം ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡ്രസ്സൊക്കെ നേരത്തെ സെലക്ട് ചെയ്ത് ആ കോസ്റ്റ്യൂമിൽ ഒരു പ്രാവശ്യം നിന്നുകൊണ്ട് ഫുൾ മിററിന് മുന്നിൽ ഒരു പ്രാവശ്യം നിന്ന് നോക്കുക. നിങ്ങൾക്ക് തന്നെ അതൊരു നല്ല നീറ്റ് പ്രൊഫഷണൽ ലുക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ആ രീതിയിൽ ഡ്രസ്സ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചു വെക്കുക. പിന്നെ ചെരുപ്പിന്റെ കാര്യം, ചെരുപ്പ് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ചെരുപ്പുകൾ ഇടാതിരിക്കുക. അതായത് നമ്മൾ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്ന ആ ചെയറിൽ ഇരിക്കുന്നത് വരെ നമ്മൾ നടക്കുന്ന ആ സൗണ്ട് ടക് 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 സൗണ്ട് ഉണ്ടാക്കിയിട്ട് വരാതിരിക്കുക. അങ്ങനെ അതൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യും. സോ അങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കാതെ ചെരുപ്പുകൾ ഇടാൻ ശ്രമിക്കുക. ഷൂസ് ഇടാം, കുഴപ്പമില്ല. ഒരുപാട് ഭയങ്കര ഹൈ ഹീൽസ് ആവുമ്പോൾ ഈ സൗണ്ടിന്റെ കാര്യം ഓർമ്മ വേണം. പിന്നെ പുതിയൊരു ചെരുപ്പ് ഇന്റർവ്യൂവിന് വാങ്ങാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇനി നിങ്ങൾ ഇടുന്ന പുതിയ ചെരുപ്പാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പുതിയൊരു ചെരുപ്പിൽ ഫസ്റ്റ് തന്നെ നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അത് ഇന്റർവ്യൂവേഴ്സിന്റെ മുന്നിൽ അത് എസ്റ്റാബ്ലിഷ് ആവാതിരിക്കാൻ നോക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ അപ്പിയറൻസിൽ ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ഫോണാണ്. ഫോൺ ഒരു കാരണവശാലും അകത്തേക്ക് കൊണ്ടുപോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ബോധേഡ് ആവും. ചില നേരത്ത് നമ്മുടെ ഫോൺ നമ്മുടെ പോക്കറ്റിൽ അതിരുന്നാലും എസ്പെഷ്യലി അത് ഒരിക്കലും വൈബ്രേഷനിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെയും വെക്കരുത്. കാരണം ഒരു ഫോൺ കോൾ വന്നാലോ മെസ്സേജ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും ഫോൺ വൈബ്രേറ്റ് ചെയ്താൽ ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോഴുള്ള കോൺഫിഡൻസ് പോകും. സോ പരമാവധി ഫോണിനെ പുറത്ത് വെച്ചിട്ട് അകത്ത് കയറാം. ഇന്റർവ്യൂ ഹാളിലേക്ക് കയറുമ്പോൾ ഫോൺ പുറത്ത് വെക്കുക. അതല്ല ഫോൺ പുറത്ത് വെക്കാൻ നിങ്ങൾക്ക് ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് ഓഫ് ചെയ്തിട്ട് ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ അങ്ങനെ എങ്ങനെ എന്തെങ്കിലും വെക്കുക. മാക്സിമം അത് നിങ്ങൾ പുറത്ത് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നന്നാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇന്റർവ്യൂവറുടെ ക്യാബിനകത്തേക്ക് കയറുമ്പോൾ നമ്മളിപ്പോ അതിനകത്തേക്ക് കയറുന്നത് വരെയും നമ്മൾ പലതും പഠിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും ആൾക്കാരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ ആയിരിക്കും എല്ലാവരും അതിന്റെ പുറത്തിരിക്കുക. പക്ഷെ നമ്മളുടെ ഒരു റോൾ നമ്പർ ആവുന്നതിന് കുറച്ചു മുന്നേ കുറച്ചു നേരം സൈലന്റ് ആയിരുന്നിട്ട് ഒന്ന് നന്നായിട്ട് റിലാക്സ് ആവാൻ ശ്രമിക്കുക. ഒരു ഡീപ് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് നല്ലപോലെ റിലാക്സ് ആവാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ലൊരു കോൺഫിഡൻസോടുകൂടി നമ്മുടെ റോൾ നമ്പർ വിളിക്കുമ്പോൾ പെട്ടെന്ന് പാനിക്കായി എഴുന്നേക്കുന്നതിന് പകരം നമ്മുടെ റോൾ നമ്പർ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക. അത് വരുന്ന സമയത്ത് നല്ല കോൺഫിഡൻസോടുകൂടി ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ലുക്കിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഇംപ്രഷൻ ആണ് അവർക്ക് കിട്ടേണ്ടത്. പിന്നെ സ്മൈൽ ചെയ്യുക. പക്ഷെ ഒരിക്കലും നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കരുത്. ചിലരുടെ ഒരു ടെൻഷൻ മറക്കാനുള്ള അല്ലെങ്കിൽ ടെൻഷൻ മാറാനുള്ള ഒരു മെക്കാനിസം ആണ് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. എന്ത് ചോദിച്ചാലും ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് ആൻസർ പറയാം. സോ ഓവറായിട്ട് ചിരിക്കാനും പാടില്ല. ഒരു സ്മൈല് മാത്രമേ വേണ്ടുള്ളൂ. ഒത്തിരി ചിരിച്ചുകൊണ്ട് ചെയ്ത് പിന്നെ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരിൽ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ കാണുമായിരിക്കും. നിങ്ങളെ BSc-ക്കോ MSc-ക്കോ ഒക്കെ പഠിപ്പിച്ചവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരോ ആരെങ്കിലും ഒക്കെ ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാള് ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും പുറത്തേക്ക് കാണിക്കരുത്. ആ 5 മെമ്പേഴ്സിനോടും ഒരേപോലുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പെ പുറത്തേക്ക് കാണിക്കാനും പാടുള്ളൂ. സോ അത് ആ ഒരു സ്മൈലിന്റെ കാര്യത്തിലും കൂടി ആ ഒരു മീറ്റർ വേണം. സോ അതും നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പ്രാക്ടീസ് ചെയ്യുന്ന വേണം. ഓക്കെ, അപ്പൊ സ്മൈൽ ചെയ്യണം, പക്ഷെ നോട്ട് ലാഫ്. ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കരുത്, അങ്ങനെ ചെയ്യരുത്. ഇത് പറയാൻ കാരണം ചിലരുടെ ഒരു ടെൻഷൻ റിലീവിങ് മെക്കാനിസം തന്നെ ഈ ചിരിയാണ്. എന്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് ആൻസർ പറയാം. അങ്ങനെ ചെയ്യരുത്, സ്മൈൽ ചെയ്യുക എന്നിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ആ ഒരു പ്രൊഫഷണൽ സാധനം ഒരിക്കലും കയ്യിൽ നിന്ന് പോകരുത്. പിന്നെ സ്റ്റേ കാം എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി പാനിക് ആയിട്ട് അങ്ങനെ ആൻസർ പറയാതിരിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, ഒരു ഇന്റർവ്യൂ ബോർഡിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുന്ന ആളുകൾ ഒരിക്കലും നമ്മളെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് മുന്നിലിരിക്കുന്ന ആൾ ഉത്തരം പറയരുത്. അവന് ഉത്തരം പറയുകയാണെങ്കിൽ തന്നെ അയാൾക്ക് ഉത്തരം കിട്ടാണ്ടാവണ വരെ ഞാൻ ചോദിക്കും. അങ്ങനത്തെ ഒരു ഇന്റൻഷനോടുകൂടി ആരും ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാവില്ല. അത് നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കണം. നമ്മൾ ആദ്യം വിചാരിക്കുക അവരെന്തൊക്കെയായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക, എനിക്ക് ഉത്തരം പറയാൻ കിട്ടുമോ, എനിക്ക് അത്രയ്ക്കൊക്കെ ആൻസർ പറയാൻ പറ്റുമോ, ഞാൻ പഠിച്ചത് എനിക്ക് ഓർമ്മ വരുമോ, ഇങ്ങനത്തെ ടെൻഷനൊക്കെ കൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശരിയായ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നമ്മൾ വിചാരിക്കേണ്ടത് എപ്പോഴും മുന്നിലിരിക്കുന്ന ആള് നന്നായി ആൻസർ ചെയ്യണം എന്നാണ്
ഏതൊരു ഇന്റർവ്യൂവറും ആഗ്രഹിക്കുക. ഒരു ഇന്റർവ്യൂ പാനൽ മുഴുവനായും ആഗ്രഹിക്കുന്നത് മുന്നിലിരിക്കുന്ന ആള് വളരെ നന്നായി പെർഫോം ചെയ്യണം എന്നാണ്. ഒത്തിരി നന്നായി പെർഫോം ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ നിന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റാതെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന സ്റ്റാറ്റസ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു പെർഫോമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുക അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും എന്റെ മുന്നിലുള്ള ഇന്റർവ്യൂ പാനലിലുള്ള ആളുകളെ എന്നെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. മറിച്ച് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ആ ഇരിക്കുന്ന ആളുകൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ വളരെ നന്നായി പ്രൊഫഷണലി ആൻസർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ആ ബാച്ചിലുള്ളത് എന്ന് തന്നെ അങ്ങ് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നല്ല ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം ത്രൂ ഔട്ട് ദ ഇന്റർവ്യൂ. അപ്പൊ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 5 or 6 മെമ്പേഴ്സ് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളോട് അതിൽ ആദ്യം നമ്മൾ ആ ഡോറ് തുറന്ന് കയറുന്ന സമയത്ത് നമ്മൾ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കയറുമ്പോൾ ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സർ എന്ന് രണ്ടും പറയണം. 2 ജെൻഡറും അതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ലേഡീസിന് വിഷയമാണ്, പിന്നെ മെന്നിന് വിഷയമാണ്. അപ്പൊ ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓഫർ ചെയ്ത സീറ്റിലേക്ക് ഇരിക്കുക. താങ്ക് യു മാം, താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. ഓക്കെ. ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ നിന്നാണോ വരുന്നത് അപ്പൊ ഓവറോൾ ഒന്ന് നോക്കുക. ഈ 5 പേരിലേക്കും പതുക്കെ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ണോടിച്ച് പോവുകയല്ല, പതുക്കെ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് നോക്കുക. അതിനുശേഷം ആരാണോ നിങ്ങളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അയാളുടെ നേരെ നോക്കുക. നല്ല ഐ കോണ്ടാക്ട് വേണം. അവരുടെ കണ്ണിലേക്കാണ് എപ്പോഴും നോക്കേണ്ടത്, ഒരിക്കലും അവർ സംസാരിക്കുന്ന ചുണ്ടിലേക്കല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ സാധാരണ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുമ്പോൾ ചിലര് കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുക, ചിലര് മറ്റേയാൾ പറയുന്ന ആളുടെ ലിപ്സിലേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുക. സോ ലിപ്സിലേക്ക് നോക്കി സംസാരിക്കുന്ന മെത്തേഡ് ഒരിക്കലും ശരിയല്ല. നമ്മൾ മറ്റൊരാളുടെ കണ്ണിലേക്ക് നോക്കി തന്നെ വേണം സംസാരിക്കാൻ. അപ്പൊ നമ്മളോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ഇന്റർവ്യൂവറിന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുക. അയാള് ആൻസർ കണ്ണിലേക്ക് നോക്കി നിൽക്കുക തന്നെ സ്റ്റെയർ ചെയ്ത് നിൽക്കരുത്. ചിലരിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് സ്റ്റെയർ ചെയ്ത് ഇങ്ങനെ നിൽക്കും, അതും തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. അതും ഒരു ഓക്വേർഡ്നെസ് ആണ്. സോ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. അതിനു മുന്നേ വേറൊരു കാര്യം പറയാം. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഇത് പറഞ്ഞിട്ട് പറയാം. അപ്പൊ നമ്മളിങ്ങനെ കണ്ണിലേക്ക് നോക്കുന്നു. അപ്പൊ കണ്ണിലേക്ക് നോക്കുന്നു, അയാൾ നമ്മളോട് ചോദിക്കുന്നു. ചോദിച്ച ഉടനെ അയാളുടെ ക്വസ്റ്റ്യൻ ഫിനിഷ് ആവുന്നതിന് മുമ്പ് തന്നെ ചാടിക്കേറി ആൻസർ പറയരുത്. ഈവൻ ദോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആൻസർ ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നെങ്കിൽ പോലും, നിങ്ങളുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ആൾ ചോദിക്കുന്നെങ്കിൽ പോലും, ഒരു കാരണവശാലും അയാൾ ചോദിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ആൻസർ പറഞ്ഞു തുടങ്ങരുത്. ആളുടെ ക്വസ്റ്റ്യൻ മുഴുവനായും കേൾക്കുക. ബി എ ഗുഡ് ലിസണർ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ് ഇന്റർവ്യൂല്. സോ ആദ്യം അയാൾ ചോദിക്കുന്നു, ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മുഴുവനായും കേൾക്കുന്നു. ആ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ തല പതുക്കെ ആട്ടുമല്ലോ, കഴുത്തിങ്ങനെ ഒന്ന് ഇതാക്കിക്കൊണ്ട് നമ്മളത് മുഴുവനായി ലിസൺ ചെയ്യുന്നു. ആ ലിസൺ ചെയ്തതിന് ശേഷം ഒരു പോസ് ഇട്ടിട്ട് ഒന്ന് ആൻസർ പറയാം. അതായത് ഒട്ടനെ തന്നെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാതെ ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞു തുടങ്ങാം. ഓക്കെ. ഈ ആൻസർ പറയുന്ന നേരത്ത്, അതായത് ഈ ഒരാളാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇപ്പൊ എന്റെ ചുറ്റും ഞാൻ ഇരിക്കുന്നതിന് നേരെ ഒരാളുണ്ടാവും, അത് മോസ്റ്റ്ലി PSCയുടെ ചെയർമാൻ തന്നെയായിരിക്കും. പിന്നെ അതിന്റെ ലെഫ്റ്റിലേക്ക് 2 പേര്, റൈറ്റിലേക്ക് 2 പേര്, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവാം. ഓക്കെ. അവരൊരു ഏതാണ്ട് ഒരു സെമി സർക്കിൾ പോലെ ഇരിക്കുന്നുണ്ടാവും. ആ ടേബിളിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായിരിക്കും നമ്മുടെ ചെയർ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിലേക്ക് ഇരിക്കുന്നു. നമുക്ക് എല്ലാവരെയും നോക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിച്ചത് ഒരു എൻഡിലുള്ള ആളോ അല്ലെങ്കിൽ ഒരു മിഡിലുള്ള ആളോ ആണെങ്കിൽ ആ ആളിന്റെ മുഖത്ത് നോക്കി നമ്മൾ ആൻസർ പറഞ്ഞു തുടങ്ങുന്നു. ആൻസർ ഒന്ന് പറഞ്ഞു തുടങ്ങി ഒരു 1 or 2 രണ്ടാമത്തെ സെന്റൻസിലോട്ട് കയറുന്നതോടുകൂടി എന്ത് ചെയ്യുക, പതുക്കെ ഇപ്പുറത്തിരിക്കുന്ന ആളുകളുടെ മുഖത്തോട്ടും കൂടെ നോക്കി പറഞ്ഞു തുടങ്ങും. അങ്ങനെ അതിന്റെ ആൻസർ തന്നെ എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി പറയുന്ന പോലെ ഒന്ന് കണ്ണോടിച്ച് വന്നിട്ട് പിന്നെ നമ്മളോട് ചോദിച്ച ആളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് അതിന്റെ ഉത്തരം അവസാനിപ്പിക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ, അതായത് നമുക്ക് ആ പോയിന്റിൽ നമുക്കിത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ ഇതിന് പ്രാക്ടീസ് വേണം. ഇത് നമുക്ക് ഒരാൾ മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ, ഒരാൾ മാത്രമേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ വൈവിക്കൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയാണെങ്കിൽ ഒരാൾ ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി അയാളുടെ കണ്ണിൽ തന്നെ നോക്കി ആൻസർ പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു 5 or 6 പേര് ഇരിക്കുന്ന ഇന്റർവ്യൂ പാനലില് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അയാൾ ചോദിച്ച ഉത്തരത്തിന് അയാളുടെ മുഖത്ത് മാത്രം നോക്കി ആൻസർ പറയുന്നത് ഓക്വേർഡ് ആണ്. അങ്ങനെ ചെയ്യരുത്. അപ്പൊ അയാളുടെ മുഖത്ത് നോക്കി അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടതിന് ശേഷം, ലിസൺ ചെയ്തതിന് ശേഷം ഒന്ന് പോസ് ചെയ്ത് ആൻസർ പറഞ്ഞു തുടങ്ങുന്നു. പറഞ്ഞു തുടങ്ങി ഒന്ന് ആൻസർ ഒരു 1 or 2 പോയിന്റ് എത്തുമ്പോൾ രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് പതുക്കെ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ പതുക്കെ ടേൺ അറൗണ്ട് ചെയ്ത് എല്ലാവരോടും ഇങ്ങനെ പറയുന്നു. പിന്നെ തിരിച്ച് നമ്മളോട് ചോദിച്ച ആളിലേക്ക് തന്നെ എത്തുന്നു, പറയുന്നു, അത് ഏകദേശം അവസാനിപ്പിക്കുന്നു. ആ രീതിയിൽ ഇതൊരു 4-5 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടി മാത്രം ഒരു ബുക്ക് വെക്കണം.
ആ ബുക്കിനകത്ത് ഇനി മുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ അതിന് എന്താണ് ആൻസർ പറയാ. ഇപ്പൊ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. നിങ്ങൾ മുന്നേ വർക്ക് ചെയ്ത സ്ഥലം, നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഓരോരുത്തർക്കും വ്യത്യാസമാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആൻസർ ഞാൻ എന്ത് എഴുതുന്നു നന്നായൊന്ന് ആലോചിച്ചിട്ട് അതിന്റെ ആൻസർ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഏത് ലാംഗ്വേജിൽ മറുപടി പറയണം എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അതായത് ഇംഗ്ലീഷിൽ പറയണോ, ഇംഗ്ലീഷിലാവുമ്പോൾ എനിക്ക് അത്ര ഫ്ലുവന്റ് ആയിട്ട് അങ്ങോട്ട് വരില്ല, മലയാളത്തിലാണെങ്കിൽ എനിക്ക് ഒന്നും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ലാംഗ്വേജിലാണോ അതേ ലാംഗ്വേജിൽ ആൻസർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷിൽ ചോദിച്ച ക്വസ്റ്റ്യന് ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്ത് തുടങ്ങാം. ഒരു 1-2 സെന്റൻസ് ആവുമ്പോഴത്തേക്കും ആ ചോദിച്ച ആള് പോലും അറിയാതെ പതുക്കെ മലയാളത്തിലേക്ക് ട്രാൻസിഷൻ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞു തുടങ്ങാണ്, സർ റിഗാർഡിംഗ് ദാറ്റ് ഐ ഹാവ് ഡൺ ലൈക്ക് ദിസ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് എത്തി, മൂന്നാമത്തെ സെന്റൻസിൽ അത് പതുക്കെ മലയാളത്തിലായാൽ ചിലപ്പോൾ ആ ചോദിച്ച ആള് പോലും അറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ ചെയ്യാം. ഈ ഒരു അല്ലാതെ നമ്മൾ ആദ്യം സെന്റൻസിൽ പറഞ്ഞു തുടങ്ങി, പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് വേർഡ്സ് കിട്ടാതെ നമ്മൾ നിർത്തിയിട്ട് മലയാളത്തിലേക്ക് കയറാം. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. സോ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതി വെക്കുക. ആ ക്വസ്റ്റ്യന്റെ അടിയിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആൻസർ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക. ഓക്കെ, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് അതൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് 1, 2, 3 പ്രാവശ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ മലയാളവും നല്ല മലയാളത്തിൽ, അതായത് നല്ല പ്രൊഫഷണൽ മലയാളത്തിൽ, ഒരു കാരണവശാലും സ്ലാങ് ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മലയാളത്തിൽ അതിന്റെ ആൻസറും പറഞ്ഞു നോക്കുക. അപ്പോ നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ആ ഇംഗ്ലീഷിൽ നമ്മൾ തുടങ്ങുകയും പതുക്കെ വേണമെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം മെല്ലെ മലയാളത്തിലേക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി നിങ്ങളോട് മലയാളത്തിലാണോ ക്വസ്റ്റ്യൻ ചോദിച്ചത്, നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ആൻസർ പറയാം. അപ്പൊ ക്വസ്റ്റ്യന്റെ ലാംഗ്വേജ് ഏതാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആൻസർ പറയാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അത്രയാണ് ക്വസ്റ്റ്യന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ ഐ കോണ്ടാക്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞല്ലോ. ഈ ഐ കോണ്ടാക്ട് നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട് എടുക്കുക. ആ നോട്ടിനകത്ത് നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ എഴുതുക. അതിൽ ഈ പേഴ്സണൽ ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതെല്ലാം എഴുതി വെക്കുക. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അസസ് ചെയ്യുന്ന, ക്രിട്ടിക്കൽ തിങ്കിങ് ലെവലിനെ അസസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ അതിൽ നിന്നൊക്കെയുള്ള പലതരം ക്വസ്റ്റ്യൻസിന് എഴുതി വെക്കുക, അതിന്റെ ആൻസേഴ്സ് എഴുതി വെക്കുക. നമ്മൾ ജോലിക്ക് പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ പലതരം ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ആലോചിക്കുക. ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ എഴുതും, അങ്ങനെ. ഇപ്പൊ നിങ്ങൾ ആദ്യം എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഉത്തരം എഴുതി വെച്ചു നിങ്ങളുടെ നോട്ടില്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഒന്നും കൂടി ബെറ്റർ ആക്കാനുള്ള ഒരു പോയിന്റ്, 1-2 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ പോയിന്റും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾ പതുക്കെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. നമ്മളുടെ കൈ എങ്ങനെ വെക്കണം എന്നുള്ളതാണ്. നമ്മളൊരു ചെയറിലേക്ക് നമ്മൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ നമ്മൾക്ക് ഇരിക്കാനുള്ള ചെയർ അവർ 5-6 പേര് ഇരിക്കുന്ന ഒരു ടേബിൾ, ഒരു സെമി സർക്കിൾ ആയിട്ടോ ഒക്കെ ആയിരിക്കും അവർ ഇരിക്കാൻ ചാൻസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അവർ ഇരിക്കുന്നു. അപ്പൊ ചിലപ്പോൾ നമ്മൾക്ക് ഇരിക്കാനുള്ള ചെയർ അതേ സെയിം ടേബിളിനോട് വളരെ അടുപ്പിച്ചിട്ടായിരിക്കും ഇടുക, അല്ലെങ്കിൽ നമ്മളുടെ ചെയറിനോട് അടുത്ത് ഒരു ടേബിൾ നമുക്കായിട്ട് ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ടേബിളും ചെയറും ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ, ഈ 2 കൈ നിങ്ങൾക്ക് ആ ടേബിളിന്റെ പുറത്തേക്ക് പതുക്കെ വെക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇരിക്കുന്നത് വളരെ സിറ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പിക്ചർ നോക്കുക, ഇതിനകത്ത് ഈ ലേഡി ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അങ്ങനെ കൂനി ഒരിക്കലും ഇരിക്കരുത്. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെച്ചിരിക്കുക. ഇതുപോലെ കൈയുള്ള ചെയേഴ്സ് ആണ് സാധാരണ ഇന്റർവ്യൂവിന് തരാറുള്ളൂ. കയ്യിൽ ആമില്ലാത്ത ചെയേഴ്സ് വെക്കാറില്ല. ഇനി ആമുള്ള ചെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എൽബോസ് രണ്ടും ഇതിന്റെ മേലെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ ഫിംഗേഴ്സ് ആണ്. ഇതിന് നമ്മൾ ടെൻഡഡ് പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റീപ്പിൾഡ് പൊസിഷൻ എന്നാണ് പറയാം. ഈ പൊസിഷൻ എന്ന് പറയുന്നത്, ഈ കൈയുടെ ഈ പൊസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഷോസ് യുവർ കോൺഫിഡൻസ്. നിങ്ങൾ ഒരുവിധം ഈ ഇന്റർവ്യൂസ്, ഇങ്ങനെ എന്താ പറയുക, ടെഡ് ടോക്സ്, ഇതൊക്കെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊഫഷണൽസ് പൊതുവെ യൂസ് ചെയ്യാറുള്ള ഒരു കൈയുടെ ഹാൻഡ് ജസ്റ്റർ ആണിത്. നിങ്ങൾ ഇപ്പോ എന്താ പറയാ, ഈ അമേരിക്കൻ ലീഡേഴ്സിന്റെ ഒക്കെ
അവരുടെയൊക്കെ സ്പീച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരെവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പുടിൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്ത്, സെലിബ്രിറ്റീസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത്, ബിസിനസ് മാൻസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഹാൻഡ്സ് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇതുപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു പൊസിഷൻ കാണിക്കുന്നത് യു ആർ കോൺഫിഡന്റ് എന്നുള്ളതാണ്. നിങ്ങൾ കോൺഫിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കൈവയ്ക്കാം. ഇത് പക്ഷെ ഒരിക്കലും അവരുടെ നേരെ പോയിന്റ് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല വെക്കുന്നത്. നമ്മൾ ഈ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിട്ട് ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അതേസമയം നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് നമ്മൾ കൈ കൊണ്ട് മാനറിസംസ് കാണിക്കില്ലേ? കൈ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഒരു ആൻസർ പറയുമ്പോൾ നമ്മൾ രണ്ട് കൈയും യൂസ് ചെയ്തുകൊണ്ട് പറയുമല്ലോ നിങ്ങളുടെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ പൊസിഷൻ ബ്രേക്ക് ചെയ്യാം. അതായത് ഈ അപ്പോഴും നിങ്ങളുടെ സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം, ഒരു ലിറ്റിൽ ബിറ്റ് ലീനിങ് ഫോർവേഡ് ആയിരിക്കണം, കുറച്ച് മുന്നോട്ട് മാത്രം ആയിരുന്ന രീതിയിൽ. അതായത് ഈ ലേഡി ഇരിക്കുന്നത് പോലെ ഇതിൽ നിങ്ങൾക്ക് ഒരു ആൻസർ പറയുന്നത് കുറച്ചൊന്ന് ലീൻ ഫോർവേഡ് ആയിട്ട് ചെയ്യാം, ആൻസർ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ സിറ്റ് സ്ട്രെയിറ്റ്, ഹാൻഡ്സ് റെസ്റ്റിംഗ് ഓൺ ദ ആംസ് ഓഫ് ദ ചെയർ വിത്ത് ഫിംഗേഴ്സ് ഇൻ സ്റ്റീപ്പിൾഡ് പൊസിഷൻ. ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൊസിഷനും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വരും. അത് കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീമിനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷൻ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂവേഴ്സിന്റെ ടേബിളിനോട് വളരെ അടുപ്പിച്ചാണ് നിങ്ങളുടെ ചെയർ ഇട്ടിരിക്കുന്നതെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ടേബിളിലേക്ക് കൈ കുത്തി ഇങ്ങനെ ഇരിക്കാം. അപ്പോഴും ആ കൈ നിങ്ങൾക്ക് സ്റ്റീപ്പിൾഡ് പൊസിഷനിൽ വെക്കാം. ഈ പിക്ചറിൽ ആ കൈ ചുരുട്ടിയാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് സ്റ്റീപ്പിൾഡ് പൊസിഷനിൽ കൈ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ടേബിളിന്റെ മേലെ റെസ്റ്റ് ചെയ്ത കൈ സ്റ്റീപ്പിൾഡ് പൊസിഷനിലാവും. എന്നിട്ട് ആൻസർ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഡോമിനന്റ് ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ ചില ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ആക്ഷൻസ് കാണിക്കില്ലേ, അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഒരുപാട് ഓവർ ആക്ഷൻസ് ആവരുത്. ആവശ്യത്തിന് നമ്മുടെ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് മൂവ്മെന്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ സിറ്റ് സ്ട്രൈറ്റ് എന്നുള്ളതും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻസിലൊക്കെ പെട്ടുപോകുന്ന സമയത്ത്, നമ്മൾ ഒത്തിരി പാനിക് ആവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കസേരയിൽ കൂനി കൂടിയൊക്കെ ഇരിക്കും. അങ്ങനെ ഇരിക്കരുത്. അതുപോലെ തന്നെ നല്ലപോലെ ചാരി വിശാലമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഇരിക്കരുത്. നമ്മൾക്ക് ആ ഇന്റർവ്യൂ ബോർഡിനോടുള്ള ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ആ ഇന്റർവ്യൂ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് ആണ് വിത്ത് നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സോടുകൂടെ വേണം അതിലിരിക്കാനായിട്ട്. പിന്നെ ഒരു കാരണവശാലും കാല് ക്രോസ് ചെയ്ത് വെച്ചിങ്ങനെ, അല്ലെങ്കിൽ കാലുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക, കാലിങ്ങനെ ആട്ടിക്കളിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ചിലര് ചെയ്യാറുള്ളതാണ് നമ്മളിങ്ങനെ കൈ കെട്ടിയിരിക്കില്ലേ, കൈ കെട്ടിയിട്ട് ഇങ്ങനെ ചെയറിലിരിക്കുക. അതൊരിക്കലും ചെയ്യരുത്. കൈ ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. അതുപോലെ തന്നെ കാലും ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ കാലിങ്ങനെ ആട്ടിക്കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കരുത്. കാലുകൊണ്ടോ കൈ കൊണ്ടോ തട്ടി സൗണ്ട് ഉണ്ടാക്കുക. ഇങ്ങനത്തെ ഒക്കെ ടെൻഷൻ വരുമ്പോൾ ചെയ്യുന്നതാണ്, പക്ഷെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഇനി ആൻസർ പറയുമ്പോഴത് നമ്മൾ ഈ ഫില്ലിംഗ് വേർഡ്സ് ഉണ്ടല്ലോ, നമുക്ക് ആൻസർ കിട്ടാണ്ട് ലൈക്ക് എന്നിട്ട് സോ യുനോ അങ്ങനെയുള്ള ഫില്ലിംഗ് വേർഡ്സ് ഉണ്ടല്ലോ, നമുക്ക് വാക്യം സെന്റൻസ് ശരിക്കും കിട്ടാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് പരമാവധി ഒഴിവാക്കണം. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ഓക്വേർഡ്നെസ് ഉണ്ട് എന്ന് മാത്രമല്ല, അതൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസും ആണ് കാണിക്കുന്നത്. നിങ്ങളൊരു പ്രിപ്പറേഷന്റെ കുറവാണ് അത് കാണിക്കുന്നത്. സോ അത് നിങ്ങൾ ഈ ഫില്ലിംഗ് വേർഡ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് സമയത്തിന് കിട്ടാത്തത് കൊണ്ടാണ്. സോ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ വേണ്ടത്, നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസിന് പല രീതിയിലുള്ള ആൻസർ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫില്ലിംഗ് വേർഡ്സിന്റെ ആവശ്യം വരില്ല. സോ അതും നമ്മൾ പറഞ്ഞ് പലതരം ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ് ശീലിച്ചിട്ട് പരമാവധി ഈ ഫില്ലിംഗ് വേർഡ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് അവോയ്ഡ് ക്രാക്കിംഗ് ജോക്സ് വിത്ത് ഇന്റർവ്യൂർ. ഒരു കാരണവശാലും ഇന്റർവ്യൂവിന്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയി, ഓവർ ഫ്രണ്ട്ലി ആയി ജോക്കൊക്കെ പറഞ്ഞ് ആ രീതിയിലിട്ട് ഒരിക്കലും ആ ഇന്റർവ്യൂവിനെ കൊണ്ടുപോകരുത്. മേ ബി അവര് നിങ്ങളുടെ അടുത്ത് വളരെ ജോക്കൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് അവരെല്ലാവരും പൊട്ടിച്ചിരിക്കും. അപ്പോഴും ആ സമയത്തും അതിന്റെ കൂടെ ചേർന്ന് ഒരിക്കലും ചിരിക്കരുത്. അതൊരു ട്രാപ്പാണ്. ഓക്കെ, അപ്പൊ അവര് തമാശകൾ പറഞ്ഞ് ചിരിക്കും. ചിലപ്പോ നിങ്ങൾ പറഞ്ഞ ആൻസറിനെ കളിയാക്കിക്കൊണ്ട് അവരെല്ലാവരും പറഞ്ഞ് ചിരിക്കും. അപ്പൊ പോലും ആ ഒരു ജോക്കിനകത്തേക്ക് ചേരരുത്. അതിനും സ്മൈൽ ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുക. ഓക്കെ, സോ ഒരു കാരണവശാലും ഇന്റർവ്യൂ ബോർഡുമായിട്ട് ജോക്സ് ക്രാക്ക് ചെയ്തുകൊണ്ട് ഇരിക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനകത്ത് ചില പൊളിറ്റിക്കൽ കമന്റ്സ് അല്ലെങ്കിൽ റിലീജിയസ് കമന്റ്സ് ഒക്കെ ചിലപ്പോ അവർ ട്രിഗർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇന്റൻഷനലി ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള ചില ഹിൻസ് ഉണ്ടാവും, അതിൽ വീഴരുത്. അതൊരു കാരണവശാലും ഒരിക്കലും പൊളിറ്റിക്കലി നിങ്ങൾ ഏത് സൈഡാണെന്ന് നിങ്ങളുടെ ആൻസറിൽ നിന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലാവാൻ പാടില്ല. റിലീജിയസ്ലി ഉള്ള കമന്റ്സും അവോയ്ഡ് ചെയ്യുക.
സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം ചില ക്വസ്റ്റ്യൻസിന്. ഇപ്പൊ ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണല്ലോ ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിച്ചത്. സോ മേ ബി ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസത്തെ പേപ്പറൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ, കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ എപ്പോഴും കേരളത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിനൊന്നും തരാറില്ല, ഇപ്രാവശ്യം തന്നത് ആകെ ആമമുട്ടയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നമുക്ക് അങ്ങനത്തെ പൊളിറ്റിക്കൽ കമന്റ്സ് ഒന്നും പാടില്ല. മേ ബി അവിടെ ഇരിക്കുന്നവരെല്ലാവരും കേന്ദ്രത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ളവരായിരിക്കാം, അല്ലാതിരിക്കാം. ആ 5-ൽ 1-2 പേര് അതിന് ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവാം, 1-2 പേര് അഗേൻസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാവാം. സോ ആരുടെയും യാതൊരു ഇമോഷൻസിനും ഹേർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം നമുക്ക് ആ 5 പേരുടെയും മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർമ്മ വേണം. സോ പൊളിറ്റിക്കൽ കമന്റ്സ് ഒരു കാരണവശാലും പാടില്ല. പകരം എന്ത് ചെയ്യാം, ഇതിനൊക്കെയുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പ്രൊഫഷണൽ ആൻസർ ആയിരിക്കണം. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ഉള്ള പ്രൊഫഷണൽ ആൻസറിന്റെ പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ചോദിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് തന്നെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു ഹെൽത്ത് കെയർ ഓറിയന്റഡ് ആക്കി എടുക്കുക. ഹെൽത്ത് പ്രൊഫഷൻ വൈസ് എന്തൊക്കെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്ന രീതിയിലേക്ക് അതിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് നിങ്ങൾ അതിനകത്തുള്ള പൊളിറ്റിക്കൽ അജണ്ടകളോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല, മറിച്ച് നിങ്ങൾ കണ്ടത് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ള രീതിയിൽ പ്രൊഫഷണലി എങ്ങനെ ഒരു ബഡ്ജറ്റിനെ അനലൈസ് ചെയ്യും ആ രീതിയിൽ മാത്രമേ നിങ്ങൾ അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആൻസർ അങ്ങനെ വരാവുള്ളൂ. സോ എങ്ങനെ പറയാം, ഇപ്പൊ നിങ്ങൾക്ക് പറയാം ആസ് പെർ പുതിയ ബഡ്ജറ്റ് പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ്,
Madam, no sound. ഹലോ, കേക്കാവോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇതിന് ലെഫ്റ്റ് ആയിട്ട് കുറെ നേരമായോ? ഞാൻ ലെഫ്റ്റ് ആയിട്ട് അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഓക്കെ ഓക്കെ, സോറി, ഞാനത് കണ്ടിന്യൂ. അപ്പൊ ഏതുവരെയൊക്കെ നിങ്ങൾ കേട്ടു എന്നൊന്ന് പറയാമോ? കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം അതാ. ഓ, ആ പോയിന്റ് തൊട്ട് ഇങ്ങോട്ട് കേട്ടിട്ടില്ല. ഓക്കെ, ഞാൻ അതിനുശേഷം കണ്ടിന്യൂസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി, ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയാൻ പോണത്. സോ നിങ്ങൾ ഓൾറെഡി കേട്ടതാണെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, സോ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞത് മുഴുവനായിട്ടും കേട്ടിരുന്നോ? ബഡ്ജറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്? കേട്ടില്ല. ഒന്നും കേട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓ, ശരി ശരി, ഓക്കെ ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത് ബഡ്ജറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളോട് ചോദിക്കുന്നത്, ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രൊഫഷണലിസത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഒരു കാരണവശാലും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പൊളിറ്റിക്കൽ ചായ്വ് എന്താണെന്നോ നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള ചായ്വ് എന്താണെന്നോ ഒരു കാരണവശാലും ഒരു ഹിന്റ് കൊടുക്കാത്ത രീതിയിലുള്ള ആൻസർ വേണം പറയാനായിട്ട്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ എന്താ പറയാ, ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ കേരളത്തിനൊന്നും തന്നില്ല, ഇത് വളരെ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു, ശരിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ല, ആ രീതിയിൽ ഒരിക്കലും ആൻസർ പറയരുത്. നമ്മൾ ആലോചിക്കാൻ നമ്മളൊരു പ്രൊഫഷണൽ ആണ്, ആ രീതിയിൽ മാത്രം ആൻസർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ചായ്വ് ഉണ്ടാവും, പക്ഷെ ആ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഇന്റർവ്യൂ ബോർഡ് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ട്രിഗർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു ഇന്റൻഷൻ, മോട്ടീവ് ഒക്കെ അറിയാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് ചോദിക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആ ട്രാപ്പിൽ വീഴാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കാവല്ലോ? ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾ എപ്പോഴും ഈ ഏറ്റവും വളരെ റീസെന്റ് ആയിട്ടുള്ള നടന്നിട്ടുള്ള കാര്യങ്ങളെ, ഏതൊരു കാര്യത്തിനെയും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് അതിലൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. ഓക്കെ, ആ കാര്യം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ബഡ്ജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ ബഡ്ജറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, നമ്മളിപ്പോ ലാസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു, അപ്പൊ അതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയണം. ഇപ്പൊ അതിനോട് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, ഇപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ ഇപ്പൊ നമ്മുടെ എയിംസ് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കേരളത്തിന് തന്നില്ല എന്നുള്ള കാര്യം അത് നമുക്ക് ലാസ്റ്റ് പറയാം. ആദ്യം നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വേണം ഈ പോയിന്റിലേക്ക് വരാൻ. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഈ ഓൾ ഇന്ത്യ ലെവലില് ആയുർവേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഹെൽത്ത് കെയർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണ്. നമ്മളിപ്പോ ആയുഷ് പോലുള്ള മറ്റ് നാച്ചുറോപ്പതിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കൂടുതൽ ചികിത്സാ മേഖലകൾ വരികയാണല്ലോ. സോ ഒരു ആയുർവേദത്തിന് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. സോ അതിനായിട്ടുള്ള ഒരു ബഡ്ജറ്റ് വിഹിതം നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പുതിയ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പുറമെ ഇപ്പൊ നമ്മള് പൊതുവെ മാനസികാരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലമാണല്ലോ. സോ നിംഹാൻസ് ഒക്കെ പോലുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന, നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു മെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂടുതലായിട്ട് തുടങ്ങാനായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഹെൽത്ത് കെയർ വൈസ് നോക്കിയാൽ അതൊക്കെ കുറച്ചും കൂടി നല്ല കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത് എന്ന് പറയാം. ഇത്രയും പറഞ്ഞാലും ചിലപ്പോൾ അവര് ഇത്രയും പറഞ്ഞാൽ പോരാ, നിങ്ങൾ ആ ബഡ്ജറ്റ് ശരിക്കും നോക്കണം. അതിനകത്ത് എന്തൊക്കെയാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും കൂടി എഴുതി വെച്ച് അത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഇത്രയൊക്കെ പോയിന്റ്സ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ട്രിഗർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ചോദിക്കും, പക്ഷെ കേരളത്തിനൊന്നും തന്നില്ലല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അപ്പോഴും അതൊരു ട്രിഗറിങ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിനകത്ത് നിങ്ങൾ ട്രിഗേർഡ് ആവരുത്, മറിച്ച് അതിനുള്ള പ്രൊഫഷണൽ ആൻസർ പറയാം. അതെങ്ങനെ പറയാം? ഇപ്പോ കേരളത്തിന് ഒരു എയിംസ് വേണം എന്നുള്ളത് കേരളത്തിന്റെ വളരെ കാലത്തെ ആവശ്യമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈ ബഡ്ജറ്റിലും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. മേ ബി കേരളത്തിന് ഒരു എയിംസ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതൊരു മേ ബി ഇനി വരും ബഡ്ജറ്റുകളിൽ എപ്പോഴെങ്കിലും അത് പ്രഖ്യാപിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് നിർത്താം. ഓക്കെ. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ട്രിഗറിങ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യുക അത് ട്രിഗറിങ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിന് പ്രൊഫഷണലി മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലോർക്കാം. സോ അത്തരത്തിൽ ഇത് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ഇതുപോലത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പൊ പൊളിറ്റിക്കലി ആൻഡ് റിലീജിയസ്ലി ഒരു ക്വസ്റ്റ്യനും ആൻസർ പറയാതിരിക്കുക. ക്വസ്റ്റ്യൻസിനെ ഒരിക്കലും പേഴ്സണലൈസ് ചെയ്യാതിരിക്കുക. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ എല്ലാ ക്വസ്റ്റ്യനും ഏതൊരു ക്വസ്റ്റ്യനും ഒരു പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ആംഗിളിൽ മാത്രം ആൻസർ പറയാൻ ശ്രമിക്കുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ വളരെയധികം വൈറലായിട്ടുള്ള ഒരു സാധനമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ വിളപ്പിൽശാലയിലത്തെ അല്ലേ ഒരു ഹോസ്പിറ്റലില് പൾമണറി എഡിമ ആയിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ട് അവര് കെയർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കെയർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമായല്ലോ. അപ്പൊ ആ സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സോ അതും ഒരു എന്താ പറയാ കുറച്ച് പൊളിറ്റിക്കലി ലീഡിങ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ നിങ്ങൾ ആരുടെ സൈഡ് നിൽക്കുന്നു എന്നൊരു സാധനം അതിനകത്തുണ്ട്. ഓക്കെ. സോ അവിടെയും സിസ്റ്റത്തിനെയും കുറ്റം പറയാതെ എന്നാൽ പേഷ്യന്റിനെയും കുറ്റം പറയാത്ത രീതിയിലുള്ള ആൻസറിലേക്ക് പോകണം. സോ അങ്ങനത്തെ രീതിയിലുള്ള സെനാരിയോസിന് നമ്മൾ എന്ത് ആൻസർ പറയും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചു വെക്കണം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങളോട് ചോദിച്ചതെന്ന് വിചാരിക്കാം. അപ്പോ സർ അത് മീഡിയാസിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പത്രത്തിൽ വായിച്ചതും മീഡിയാസിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ആൾക്ക് പൾമണറി എഡിമ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു 2 days മുന്നേ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റെഫർ ചെയ്തതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ പേഷ്യന്റിന് ഹയർ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടേക്ക് ആ ദിവസം ആള് ഹയർ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയില്ല. റെഫർ ചെയ്ത് വിട്ടെങ്കിലും അവിടേക്ക് പോയിണ്ടായില്ല. പിന്നെ പെട്ടെന്ന് സിറ്റുവേഷൻ വേഴ്സൺ ആവുകയും ഇങ്ങനെ ഒരു CHC പോലുള്ള ചെറിയൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് വരികയാണ് ഉണ്ടായത്. പക്ഷെ അതൊരു CHC ആണ്. നമുക്കറിയാം പൾമണറി എഡിമയുടെ മാനേജ്മെന്റിന് കൂടുതൽ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ട്. പക്ഷെ ഒരു പെരിഫറൽ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവിടെ അവൈലബിൾ അല്ല. സോ ആ പേഷ്യന്റ് വരുന്നു. ആ പേഷ്യന്റിന് ഒരു പൾമണറി എഡിമയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് ആയിട്ടുള്ള ലാസിക്സ് ഒക്കെ അവർ അവിടുന്ന് കൊടുത്തു. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്, ഹയർ സെന്ററിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പേഷ്യന്റ് പോണ വഴിക്ക് ഡെത്തായി. ഇതാണ് ഉണ്ടായത്. പക്ഷെ എല്ലാ ഇൻസിഡൻസിലും മീഡിയാസ് പറയുന്നതും പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ആവണമെന്നില്ല സയന്റിഫിക്കലി അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. സോ അതൊരു പ്രൊഫഷണലി അനലൈസ് ചെയ്യുമ്പോൾ അതിൽ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ആ പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്ത് വിട്ടെങ്കിലും പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുത്തോ ഇല്ലയോ എന്ന് എൻഷുർ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. സോ അതുകൊണ്ടാണ് പിന്നീട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരേണ്ടി വന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഡെത്തിലാണ് കലാശിച്ചത്. അതൊട്ടും നല്ലൊരു ടെൻഡൻസി അല്ല. മേലിൽ ഇത്തരം അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ കോഷ്യസ് ആവേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ. ചിലപ്പോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ആ സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നു ആ CHCയിൽ വർക്ക് ചെയ്ത നഴ്സ് എന്ന് വിചാരിക്കുക. പബ്ലിക് നിങ്ങൾക്കെതിരെ വളരെയധികം വയലന്റ് ആയിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ നിങ്ങളെ സ്വയം സേഫ് ഗാർഡ് ചെയ്യും എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിനുള്ള ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോ നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ഇതുപോലൊരു പേഷ്യന്റിന് വരികയാണെങ്കിൽ, ഇപ്പൊ രാത്രിയാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഏത് ടൈം ആണെങ്കിലും ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. നമ്മളുടെ ആ ലെവലിൽ അവിടെ നിന്നിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റിക്കും അപ്പുറത്തുള്ള ട്രീറ്റ്മെന്റ് ആണ് പേഷ്യന്റ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ലെവലിനകത്ത് നിന്നുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ പേഷ്യന്റിനെ റെഫർ ചെയ്ത് ആംബുലൻസിൽ വിടുന്നു. അതിനുശേഷം എന്ത് വേണം? നമ്മളുടെ സേഫ് ഗാർഡിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്? ഡോക്യുമെന്റേഷൻ ആണ്. സോ അത്രയും പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ വായിൽ നിന്ന് വരണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ പേഷ്യന്റിന് കൃത്യമായി പേഷ്യന്റ് സേഫ്റ്റി എൻഷുർ ചെയ്യാനുള്ളതും പേഷ്യന്റിന് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ളതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. പേഷ്യന്റിനുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തു, ആംബുലൻസിൽ എത്രയും പെട്ടെന്ന് റെഫർ ചെയ്തു, റെഫറൽ നോട്ട്സ് എല്ലാം കൊടുത്തു, പേഷ്യന്റിനെ വിട്ടു. പേഷ്യന്റിനെ വിട്ട ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാം, അതും ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് എല്ലാ സിറ്റുവേഷൻസും വിത്ത് ടൈം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. സോ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് ഓൾവേസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. സോ എല്ലാ തരത്തിലുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ നമുക്കൊരു പബ്ലിക്കിന്റെ അറ്റാക്ക് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് എന്ത് പറയാം? ആസ് പെർ പ്രൊഫഷണലി നമ്മൾ ചെയ്യേണ്ട നോംസ്, ആസ് പെർ നോംസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ തിങ്സ് വി ക്യാൻ ഡു ഫോർ സേഫ് ഗാർഡിങ് അവർ പ്രൊഫഷൻ എന്ന് പറയാം. സോ ഈ രീതിയിൽ വേണം ആൻസറിനെ
നമ്മൾ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പൊ കുറെ നാളായിട്ട് നടന്നിട്ടുള്ള പല ഹെൽത്ത് കെയറിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ വിവാദമായിട്ടുള്ള കുറേയധികം സ്റ്റേറ്റ്മെന്റ്സിനെ എടുത്തുകൊണ്ട് ചോദിക്കും, ആ സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ, ഈ സൈഡിൽ ആരുടെ സൈഡിലാണ് മിസ്റ്റേക്ക് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരിക്കലും പബ്ലിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പബ്ലിക് മീഡിയയിൽ വന്നിട്ടുള്ള ആൻസേഴ്സിന് അതേ മീഡിയ പറയുന്ന അല്ലെങ്കിൽ പബ്ലിക് പറയുന്ന അതേ രോഷത്തോടു കൂടി ഒരിക്കലും ആൻസർ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് ആണ് പോവുക. അതിന് പകരം പ്രൊഫഷണലി എങ്ങനെ അതിന് ആൻസർ ചെയ്യാമെന്ന് ആലോചിക്കുക. ആ രീതിയിൽ മാത്രം അതിന് ആൻസർ പറയാം. ഓക്കെ, ഈവൻ ദോ പേഴ്സണലി നമ്മുടെ ആൻസർ അതായിരിക്കില്ല, പക്ഷെ എങ്കിൽ പോലും ഒരു ഇന്റർവ്യൂ പാനലിന് മുന്നിലെത്തുമ്പോൾ പ്രൊഫഷണലി ആൻസർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇതിനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പാലക്കാട് നമ്മള് ഫ്രാക്ചർ ആയിട്ട് വന്ന കുട്ടിയുടെ കൈമുറിച്ച ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സംഭവം ഈ അടുത്ത് നടന്നുവല്ലോ. അത് എസ്പെഷ്യലി നിങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. അപ്പം അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ, അല്ലെങ്കിൽ അതൊരു അപ്പൊ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാം, നിങ്ങൾ അതിനെ പ്രൊഫഷണലി തന്നെ കൊണ്ടുപോവുക. എങ്ങനെ പറയാം, ഇപ്പൊ സർ ഫ്രാക്ചറിനൊക്കെ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് POP ഇടുന്ന സമയത്തുള്ള നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അതിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ആണ് എന്ന് നമുക്കറിയാമല്ലോ. സോ നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു ഇന്റർവെൻഷൻ എടുത്തു കഴിയുമ്പോൾ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും പേഷ്യന്റിനെ POP ഇട്ടതിന് ശേഷം വീട്ടിലേക്ക് വിടുന്ന സമയത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻ must be given to the patient in detail. Whenever it is a child, the child may not be able to answer properly to their the child may not be able to tell his or her complaints to his mother. So we should ensure that the parent or the guardian must have received enough and proper health education regarding the condition of the child. എന്നിട്ട് നമുക്ക് എന്ത് പറയാം, കമ്പാർട്ട്മെന്റ് സിൻഡ്രോമിന്റെ സയൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ പറയാം. ദീസ് ആർ ദ വാർണിംഗ് സൈൻസ് ആൻഡ് വെനെവർ യുവർ ചൈൽഡ് എക്സ്പീരിയൻസ് ദീസ് കൈൻഡ് ഓഫ് സിംറ്റംസ് യു മസ്റ്റ് അപ്രോച്ച് ദ ഹോസ്പിറ്റൽ അറ്റ് ദ ഏർലിയസ്റ്റ് എന്നൊക്കെ കാര്യമുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു വിടാനായിട്ട്. സോ പേഷ്യന്റ് കുട്ടിക്ക് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ഡെവലപ്പ് ചെയ്ത കാര്യം കുട്ടിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ കുട്ടി അത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ലേറ്റ് ആയി. സോ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ ഇത്രയും ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആംബുട്ടേഷൻ അല്ലാതെ വേറെ വഴിയില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. സോ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഉറപ്പായിട്ടും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒഴിവാക്കേണ്ടതാണ്. അതിന് വേണ്ടത് കൂടുതൽ എന്താ പറയാ, കൂടുതൽ കെയറും കൂടുതലായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതാണ്. ഓരോ പേഷ്യന്റും ഓരോ ഇന്റർവെൻഷൻ കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ചാർജ് അഡ്വൈസ് ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റികൾ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല അല്ലെ, ആ കുട്ടിയുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടില്ല, ചികിത്സിച്ച ഡോക്ടേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടില്ല, സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ആൻസർ പക്ക പ്രൊഫഷണൽ ആൻസർ ആയിരുന്നു അല്ലെ. നിങ്ങൾ അവിടെ പറഞ്ഞത് ആ സിറ്റുവേഷനെ കുറിച്ചാണ്, ഒരു പോസിബിൾ കോംപ്ലിക്കേഷനെ കുറിച്ചാണ്. ആ കോംപ്ലിക്കേഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നാണ്. സോ ഇതിന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ഇതിനൊരു സ്റ്റാർ മെത്തേഡ് എന്ന് പറയും. നിങ്ങളോട് എപ്പോഴും ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ ആദ്യം സിറ്റുവേഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, അതാണ് S ഫോർ സിറ്റുവേഷൻ ആണ്. പിന്നെ അടുത്ത എന്ന് പറയുന്ന ടാസ്ക് ആണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നമ്മൾ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെയാണ് ടാസ്ക് എന്ന് പറയാം. ഓക്കെ, ഒരു മിനിറ്റ് ചാർജ്. ഓക്കെ, അപ്പൊ അടുത്തത് അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മുടെ സിറ്റുവേഷൻ എന്താണ്. ഇപ്പൊ ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻസ് പറയുമ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇന്റർവ്യൂവിന് നമ്മൾ ആൻസർ ചെയ്യുന്നതിന്റെ ഒരുതരം ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഈ സ്റ്റാർ മെത്തേഡ് എന്ന് പറയും. ഏതൊരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആ സിറ്റുവേഷൻ എന്താണെന്ന് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം അവിടുത്തെ നമ്മുടെ ടാസ്ക് എന്തായിരുന്നു എന്നുള്ള ടി ഫോർ ടാസ്ക് ആണ്. ആ ടാസ്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ആക്ഷൻ, എന്ത് ആക്ഷൻ ആണ് അവിടെ എടുക്കേണ്ടിയിരുന്നത്. ഇപ്പൊ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ എങ്കിൽ ആ പ്ലേസിൽ നിങ്ങൾ എടുത്ത ആക്ഷൻ എന്തായിരുന്നു എന്നാണ് നിങ്ങൾ അടുത്തത് പറയേണ്ടത്. ലാസ്റ്റ് വൺ ഈസ് ആർ എന്ന് പറഞ്ഞ റിസൾട്ട് ആണ്. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ള കാര്യം. സോ ഇതൊരു ടെക്നിക്കാണ്, സ്റ്റാർ മെത്തേഡ് എന്നാണ് അതിന് പറയുക. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് പഠിക്കണം. സിറ്റുവേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ ടാസ്ക് എന്താണെന്ന് പറയുക,
വാട്ട് ആക്ഷൻ യു ഹാവ് ഡൺ ദർ അല്ലെങ്കിൽ വാട്ട് ആക്ഷൻ ഷുഡ് ഹാവ് ടേക്കൺ ദർ എന്നുള്ള കാര്യം പറയാം. ദെൻ വാട്ട് മേ ബി ദ റിസൾട്ട് എന്ന് പറയാം. ഈ ഒരു സ്റ്റാർ മെത്തേഡിൽ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷനെ അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് പ്രൊഫഷണലി ആൻസർ പറയാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ, ഞാനിപ്പോ ഒരു 2 എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അതിപ്പോ ഈ റീസെന്റ് ആയിട്ട് നടന്ന 2 അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതേപോലെ ഈ അടുത്ത് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും ഇതുപോലെ ഒന്ന് അനലൈസ് ചെയ്ത് സ്വന്തമായി ഒരു ആൻസർ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഈ ആൻസർ പലയാവർത്തി വായിച്ച് എൻഷുർ ചെയ്യണം. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലത്തെ ട്രാപ്സ് ഒന്നുമില്ല. അതൊരു സിസ്റ്റത്തിനെയും കുറ്റം പറയരുത്. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ അതിന് സയന്റിഫിക്കലി ആൻഡ് പ്രൊഫഷണലി സൗണ്ട് ആയിട്ടുള്ള ഒരു ആൻസർ ആക്കി അതിനെ മാറ്റിയെടുക്കുക. എന്നിട്ട് അതിനുശേഷം ആ ആൻസർ പ്രസന്റ് ചെയ്ത് പഠിക്കുക. ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ഈ മെത്തേഡിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ പരമാവധി 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ ഒരാളിനെ എടുക്കുള്ളൂ, ഒരാളിന്റെ അടുത്ത് എടുക്കുന്നുണ്ടാവുള്ളൂ. സോ അതിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് തന്നെ അത്യാവശ്യം സമയം എടുക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ടാണ് ആൻസർ പറയുന്നതെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്യും അതിന് നിങ്ങളുടെ റെസ്പോൺസ് കേൾക്കാനായിട്ട്. സോ ദിസ് ക്വസ്റ്റ്യൻ വിൽ ടേക്ക് ദ മേജർ ടൈം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറയും. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബെറ്റർ ആയിട്ടാണ് വരിക. നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു 2-3 ആൻസർ ഇട്ടാൽ തന്നെ അവർക്ക് തൃപ്തിയായി അവർ നിങ്ങളോട് പൊക്കോളാൻ പറയും. സോ ആ ഒരു കാര്യം മനസ്സിലോർക്കുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റാർ മെത്തേഡ് ആണ്. അത് ചെയ്ത് പല ആൻസർ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കാം. നേരത്തെ ബാക്കി പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അവോയ്ഡ് ക്രാക്കിംഗ് ജോക്സ് വിത്ത് ഇന്റർവ്യൂവർ, ലിസൺ ആൻഡ് പോസ്, റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ബാക്കപ്പ് യുവർ ആൻസർ വിത്ത് സ്പെസിഫിക് എക്സാമ്പിൾസ് വെനെവർ പോസിബിൾ. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്തതെന്നാണ് നിങ്ങൾ എഴുതിയതെന്ന് വിചാരിക്കുക. സോ അതിനകത്ത് നിങ്ങൾ പറയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് പേഷ്യന്റിനെയോ ഡിഫിക്കൽട്ട് ബൈസ്റ്റാൻഡറിനെയോ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്തും ആൻസർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റാർ മെത്തേഡാണ്. ഓക്കെ, സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് പറയാ, അവിടുത്തെ നിങ്ങളുടെ ടാസ്ക് എന്തായിരുന്നു എന്ന് പറയാ, നിങ്ങൾ എന്ത് ആക്ഷനാണ് അവിടെ എടുത്തതെന്ന് പറയാ, അതിന്റെ റിസൾട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാം. ഈ രീതിയിൽ തന്നെ ആൻസർ പറയാം. സോ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾസ് യൂസ് ചെയ്യാം. എവിടെയൊക്കെയാണോ അത് ആപ്ലിക്കബിൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എ ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടാൽ മനസ്സിലാവില്ല, അവരെന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ നിങ്ങൾക്ക് സർ കെൻ യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പാഡൻ സർ എന്ന് ചോദിക്കാം, അല്ല പാഡൻ മാഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നും കൂടി ആ ക്വസ്റ്റ്യൻ പറയും. ആ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരൊന്നും കൂടി അതിനെ വൃത്തിയായിട്ട് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ രണ്ടാമത് ചോദിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ നന്നായി കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ആൻസർ പറയാം. ഇനി അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യാ? അറിയില്ലെങ്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കാതിരിക്കുക, വളരെ ബ്ലാങ്ക് ആയിട്ട് സ്റ്റെയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കാതിരിക്കുക. അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും നമുക്ക് ഉത്തരം അറിയണമെന്നൊന്നുമില്ല, ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ലെങ്കിൽ സോറി മാം ഐ ഹാവ് നോട്ട് റീഡ് അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ഐ വിൽ റെഫർ ദാറ്റ് അഗെയിൻ, അല്ലെങ്കിൽ ഐ വിൽ റെഫർ ദാറ്റ് ഇൻ ഫ്യൂച്ചർ മാം, ഐ വിൽ റീഡ് അബൌട്ട് ദാറ്റ് മാം എന്ന് പറയാം. സോറി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, സോറി മാം ഐ ഹാവൻ റീഡ് അബൌട്ട് ദാറ്റ്, ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ആൻഡ് റെഫർ അബൌട്ട് ഇറ്റ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അവർ തന്നെ ചിലപ്പോൾ അതിന്റെ ആൻസർ പറഞ്ഞുതരും. ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവർ ആൻസർ പറഞ്ഞുതരും. അങ്ങനെ അവർ നിങ്ങൾക്ക് ആ ക്വസ്റ്റിനിൽ ആൻസർ പറയുകയാണെങ്കിൽ എന്ത് പറയാം? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, ദാറ്റ് വാസ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ എന്ന് പറയാം. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ മാർക്ക് നിങ്ങൾക്ക് അവിടെ പോയില്ല. നിങ്ങൾ അതിന് ഞാനത് പോയി വായിക്കും, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആണ്. 2, അവർ പറഞ്ഞ ആൻസറിന് താങ്ക് യു മാം, താങ്ക് യു, ദാറ്റ് വാസ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ എന്ന് പറഞ്ഞതും ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആണ്. കാരണം നോളജ് ഗെയിൻ ചെയ്യാനുള്ള ഒരു കുട്ടിയുടെ ആഗ്രഹമാണ് അവിടെ കാണിച്ചത്. ഓക്കെ, സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക, ഈവൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും. വേറൊരു കാര്യം, ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു നാണക്കേടായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഞാനത് വായിക്കും, ഞാനത് പോയി റെഫർ ചെയ്യും എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, പിന്നെ അടുത്തത് ബി തറോ ഇൻ യുവർ റെസ്പോൺസസ് വൈൽ ബീയിങ് കൺസൈസ് ഇൻ യുവർ വേർഡിങ്. നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് ഫില്ലിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് കാണുന്നില്ല. എന്താണ്? സ്ലൈഡ് കാണുന്നില്ല. സ്ലൈഡ് കാണുന്നില്ല? ഇല്ല.
ഒരു മിനിറ്റ്. ഇപ്പൊ കാണാമോ? കാണാം മാഡം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിനെ കുറിച്ച് നിങ്ങൾ വളരെ തറവായിരിക്കണം. ഒരുപാട് ഫില്ലിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് മര, നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്കൊക്കെ എസ് ഒക്കെ എഴുതില്ലേ, നമുക്ക് പോയിന്റ്സ് ആകെ അറിയാവുന്ന 2 പോയിന്റേ ഉള്ളൂ, പക്ഷെ അത് വെച്ച് നമുക്ക് ഒരു 10 മാർക്കിന്റെ ആൻസർ എഴുതണം. അപ്പൊ നമ്മൾ ഇങ്ങനെ വലിച്ചു വാരി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയില്ല, അങ്ങനെ ചെയ്യാതെ നിങ്ങൾ പറയുന്ന ആൻസറിന് അറിയാവുന്ന പോയിന്റ്സ് നല്ല വൃത്തിയായിട്ട് പറയാം. മാക്സിമം നമുക്ക് കൺസൈസ് ആയിട്ടുള്ള വേർഡുകളിൽ നല്ല വൊക്കാബുലറിയിൽ നല്ല വൃത്തിയായിട്ട് ആൻസർ പറഞ്ഞ് പഠിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? എല്ലാ പലതരം ക്വസ്റ്റ്യനുകളുടെ വരാൻ സാധ്യതയുള്ള പലതരം ക്വസ്റ്റ്യനുകളുടെ പോയിന്റ് ആയിട്ട് ആൻസർ പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങളുടെ ആൻസറിൽ ആ പോയിന്റ്സ് വരും കൂടുതലായിട്ട്. സോ അത് വരുമ്പോൾ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് തറവാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. സോ ആ രീതിയിൽ നമ്മൾ ഇനി ഏതൊക്കെ ഭാഗം പഠിക്കണം എന്നുള്ളത് ലാസ്റ്റ് പറയും, ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. സോ ആ പോയിന്റ്സ് ഒക്കെ മസ്റ്റായിട്ടും നിങ്ങൾ അതൊക്കെ നിങ്ങൾ പഠിച്ച് അതിന്റെ ഓരോന്നിന്റെയും ആൻസർ പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് പലതും നിങ്ങൾ റിട്ടേൺ എക്സാമിന് പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നല്ല കൺസൈസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വേർഡ്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ബി ഓണസ്റ്റ് ആൻഡ് ബി യുവർ സെൽഫ്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു സാധനവും എന്താ പറയാ, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്ര സംഭവമാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ഓണസ്റ്റ് ആയിട്ടിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും കാണിക്കുക. ഇന്റർവ്യൂ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അതൊരു നേരത്തെ പറഞ്ഞല്ലോ, അവര് പറയുന്ന തമാശകളിൽ കൂടെ ചേർന്ന് ചിരിക്കാണ്ടിരിക്കുക. സ്മൈലിംഗ് മാത്രം മതി. ഇന്റർവ്യൂ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് അതിനെ പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അവോയ്ഡ് ഡിസ്കസിങ് റിലിജിയൻ, പൊളിറ്റിക്സ് ഓർ എനിത്തിങ് എൽസ് ദാറ്റ് മൈറ്റ് ബി കോൺട്രവേഴ്ഷ്യൽ. കോൺട്രവേഴ്ഷ്യൽ ആവാൻ സാധ്യതയുള്ള ഒരു അഭിപ്രായവും പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ് നമുക്ക് മാർക്ക് കുറയാതിരിക്കാൻ നല്ലത്. ഇനി ചില ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. നേരത്തെ പറഞ്ഞു, സിറ്റ് അപ്പ് സ്ട്രെയിറ്റ് ആൻഡ് ലീൻ സ്ലൈറ്റ്ലി ഫോർവേഡ് ഇൻ യുവർ ചെയർ. കുറച്ചൊന്ന് മുന്നോട്ട് ആഞ്ഞ പോലെ ഇരിക്കണം, വല്ലാതെ മുമ്പിലേക്ക് കുനിഞ്ഞിരിക്കുകയല്ല, ഒരിത്തിരി മാത്രം മുന്നോട്ട്. അതായത് ചെയറിൽ നമ്മൾ സിറ്റ് സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിൽ ഇങ്ങനെ ഈസി ചെയറിൽ ഇരിക്കുന്ന പോലെ ചാരി ഇരിക്കരുത്. പകരം കുറച്ചൊന്ന് കൈ രണ്ടും കൈയുടെ എൽബോസ് രണ്ടും അതിന്റെ ഈ ആംസ് ഓഫ് ദ ചെയർ ഉണ്ടല്ലോ അതിൽ റെസ്റ്റ് ചെയ്തിട്ട് കൈയിന്റെ ഫിംഗേഴ്സ് സ്റ്റീപ്ലിംഗ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു ഇത്തിരി ഒന്ന് ലീൻ ഫോർവേഡ് ആയിട്ട് ഇരിക്കുക. ഷോ യുവർ എന്തൂസിയാസം ബൈ കീപ്പിംഗ് ആൻ ഇൻട്രസ്റ്റഡ് എക്സ്പ്രഷൻ. ആര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻ കേൾക്കാനാണ് ഞാൻ ഇരിക്കുന്നത്, അതിന് ഉത്തരം പറയാനാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റോട് കൂടിയ ഫേസോട് കൂടെ നോക്കുക. നല്ല വിടർന്ന കണ്ണുകളോടുകൂടി അവരെ നോക്കിക്കൊണ്ട് അതിന്റെ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാക്കി ആൻസർ പറയാൻ ശ്രമിക്കുക. പിന്നെ എസ്റ്റാബ്ലിഷ് എ കംഫർട്ടബിൾ എമൗണ്ട് ഓഫ് പേഴ്സണൽ സ്പേസ് ബിറ്റ്വീൻ യു ആൻഡ് ദ ഇന്റർവ്യൂർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ചെയർ കുറച്ച് ബാക്കിലോട്ടൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മളപ്പോ അയ്യോ ഇതെനിക്ക് കേൾക്കില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൻസർ അവർ കേൾക്കില്ലോ എന്ന് വെച്ചിട്ട് ഈ ചെയറിനെ തള്ളി മുന്നോട്ട് ഇടുകയൊന്നും ചെയ്യരുത്. പരമാവധി ആ ചെയർ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ, അതിനധികം അനക്കാതെ അവിടെ തന്നെ പോയിരിക്കുക. ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് മിക്കവാറും ഉണ്ടാവും ആ ടേബിളുമായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തിരി നമ്മള് കുറച്ച് സൗണ്ട് അവർക്ക് ഓഡിബിൾ ആവുന്ന സൗണ്ടിൽ ആൻസർ പറയാം. ലിമിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഓഫ് കൊളോൺസ് ആൻഡ് പെർഫ്യൂംസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരമാവധി അന്നത്തെ ദിവസം പെർഫ്യൂം അടിക്കാതെ പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വല്ലാണ്ട് സ്വെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രം പെർഫ്യൂംസ് യൂസ് ചെയ്യുക, പക്ഷെ മൈൽഡ് പെർഫ്യൂംസേ യൂസ് ചെയ്യാവുള്ളൂ. ചില ആൾക്കാർ നമ്മുടെ റൂമിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും പിന്നെ ഒരു 1/4 മണിക്കൂർ നേരത്തേക്ക് ആ റൂമിനകത്ത് പെർഫ്യൂമിന്റെ സ്മെല്ലിങ്ങനെ നിൽക്കും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ചിലപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവർക്ക് പെർഫ്യൂം അലർജി ആയിരിക്കും, അവർക്ക് ആ മണം കേട്ടാൽ തലവേദന വരുന്ന മനുഷ്യരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പെർഫ്യൂംസും കൊളോൺസും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വല്ലാണ്ട് സ്വെറ്റ് ചെയ്ത് നിങ്ങളെ സ്വെറ്റിംഗ് സ്മെല്ല്, വിയർപ്പ് മണം നിങ്ങൾക്ക് വരുമെന്ന് അങ്ങനത്തെ ചിലരുണ്ടാവും. ചിലർക്ക് വല്ലാണ്ട് വിയർക്കുന്ന ബോഡി ടൈപ്പ് ആയിരിക്കും. അങ്ങനെയുള്ളവർ മാത്രം ആ ഒരു വിയർപ്പ് സ്മെല്ലിനെ കൺട്രോൾ ചെയ്യാനുള്ള അതും മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം യൂസ് ചെയ്യുക. ഈ റോൾ ഓൺ പോലത്തെ പെർഫ്യൂംസ് ഉണ്ടാവും, ഈ പിന്നെ എന്താ പറയാ നമ്മുടെ ഡോവിന്റെ അങ്ങനത്തെ ഒക്കെ ചെറിയ റോൾ ഓണിന്റെ പെർഫ്യൂംസ് ഉണ്ട്. പെർഫ്യൂം അല്ലാതെ നമ്മൾ റോൾ ഓൺ മാത്രം യൂസ് ചെയ്യുന്ന ബോഡി പെർഫ്യൂം പോലത്തെ അങ്ങനത്തെ മാത്രം യൂസ് ചെയ്യുക വല്ലാണ്ട് വേർക്കാണെന്നുണ്ടെങ്കിൽ. അതല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് പെർഫ്യൂം അടിച്ചിട്ടൊക്കെ പോവാതിരിക്കുക കേട്ടോ. ഇനി ഐ കോണ്ടാക്ട് നേരത്തെ പറഞ്ഞല്ലോ, ഇരിക്കുന്ന എല്ലാവരിലേക്കും ഐ കോണ്ടാക്ട് വരുന്നത് പോലെ ചെയ്ത് പഠിക്കുക. ഇത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഒരു 5 പേരോ 6 പേരോ ഇരുന്ന് കഴിഞ്ഞാലും എല്ലാവരുടെ മുഖത്തേക്കും കണ്ണെത്തുന്നത് പോലെ. എന്നാൽ ഇങ്ങനെ ഈ ബാഡ്മിന്റൺ കോർട്ടിൽ കളിക്കണ പോലെ ഇങ്ങോട്ട് നോക്കി അത് അങ്ങനെ ആവരുത്. നിങ്ങൾ കണ്ടില്ല, പ്ലെയേഴ്സ് കണ്ടിട്ടില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും ടക്ക് 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 കണ്ണു മാറ്റുന്നത്, അങ്ങനെ ആവരുത് ഒരു കാരണവശാലും. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുക,
ഇങ്ങനെ നോക്കി പതുക്കെ ഇപ്പുറത്തേക്ക് വരിക, പിന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ വെച്ച ആളിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇനി വേറൊരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത് പറയാം. അതായത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങുന്നു, നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരാൾ ചോദിക്കുന്നു, അപ്പൊ എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് നല്ല ഫ്ലോയിൽ ആൻസർ പറഞ്ഞു വരികയാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് അപ്പൊ പെട്ടെന്ന് പറയാം 1 minute സർ, ലെറ്റ് മീ ഫിനിഷ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് സർ ക്യാൻ യു പ്ലീസ് ടെൽ ദ ക്വസ്റ്റ്യൻ അഗെയിൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടെങ്കിൽ നേരെ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് സർ റിഗാർഡിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് ആസ്ക്ഡ് ബിഫോർ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള മറുപടി പറയാം. സോ അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് ഡീൽ ചെയ്യുക കേട്ടോ. അങ്ങനെ തന്നെ ഡീൽ ചെയ്യാം. അല്ലാതെ പെട്ടെന്നൊരു ഇതാണ് നമ്മൾ സാധാരണ പാനിക്കായി പോകുന്ന സിറ്റുവേഷൻ. ഒരാളുടെ അടുത്ത് നമ്മൾ നല്ല ഫ്ലോയിൽ ആൻസർ പറയുമ്പോഴായിരിക്കും ഇപ്പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരിക. സോ അത് നമുക്ക് ബ്രേക്ക് ചെയ്യാനും പറ്റില്ല, മറ്റേയാളെ മൈൻഡ് ചെയ്തില്ല എന്നുള്ള സാധനം വരാൻ പാടില്ല, അങ്ങനെ ഒരു പ്രശ്നം വരും. സോ ആ സമയത്താണ് ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ 1 minute സർ, ക്യാൻ ഐ പ്ലീസ് ഫിനിഷ് ദിസ് ആൻസർ എന്ന് പറഞ്ഞ് ഇത് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നേരെ അയാളുടെ നേരെ ചോദിച്ചിട്ട് അത് പറയാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യാം. ഇനി സം ഡോൺസ്. റബ് ദ ബാക്ക് ഓഫ് യുവർ ഹെഡ് ഓർ നെക്ക്. നേരത്തെ പറഞ്ഞ പോലെ തല ചൊറിയ, കഴുത്തിന്റെ ബാക്കിൽ ചൊറിയ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ മൂക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ചിലർക്ക് ടെൻഷൻ വരുമ്പോൾ ചെയ്യുന്നതാണ് ഇതൊക്കെ. പിന്നെ നിങ്ങൾക്ക് കോൾഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാസ്കും കർച്ചീഫും, മാസ്ക് വെച്ചിട്ട് പോവാം, കർച്ചീഫും കയ്യിൽ വെക്കുക. പക്ഷെ എപ്പോഴും ഇന്റർവ്യൂ ബോർഡിന് നിങ്ങളുടെ ഫേസ് കാണണം. ഓക്കെ, നമ്മൾ മാസ്ക് വെച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കയറിയ ഉടനെ സർ എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്, ക്യാൻ ഐ വെയർ ദിസ് മാസ്ക് ഓർ ഷാൽ ഐ റിമൂവ് ഇറ്റ് എന്ന് ചോദിക്കാം. അപ്പൊ അവര് തന്നെ ആൻസർ പറയും, നിങ്ങൾ അത് വെച്ചോളൂ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അത് കോൾഡ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അതർവൈസ് നിങ്ങൾ ആ മാസ്ക് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതേപോലെ നമ്മുടെ മുസ്ലിം കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ നിങ്ങൾ പറഞ്ഞിട്ട് പോവാതിരിക്കുകയായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫേസ് എന്തായാലും കാണിച്ചിരിക്കണം. നിങ്ങൾ ഫേസ് അടക്കം അറിയുന്ന രീതിയിൽ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് പോകാത്തതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സോ അറ്റ്ലീസ്റ്റ് ഫേസ് എങ്കിലും കാണുന്ന രീതിയിൽ പോവാം. ഓക്കെ. ഇനി സിറ്റ് വിത്ത് യുവർ ആംസ് ഫോൾഡഡ് അക്രോസ് യുവർ ചെസ്റ്റ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞില്ലേ, കൈ കെട്ടിയിട്ട് ഇന്റർവ്യൂവിന്റെ ഇതിലിരിക്കുക, അങ്ങനെ ചെയ്യരുത്. ലക്സ് ക്രോസ് ചെയ്തിരിക്കരുത്, വെറുതെ ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കരുത്, അങ്ങനെയും ചെയ്യരുത്. ഇങ്ങനെ സീറ്റിലേക്ക് ചാരി ഇരിക്കരുത്, വെറുതെ സ്റ്റെയർ ചെയ്യുക, ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് സ്റ്റെയർ ചെയ്യുക ആരുടെയും മുഖത്ത്, അങ്ങനെ ചെയ്യരുത്. നഖം കടിക്കുക, ലിപ്സ് കടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ടാപ്പ് യുവർ ഫീറ്റ്, ഇങ്ങനെ കാലിങ്ങനെ അടിച്ചുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ചിലർക്ക് ഇങ്ങനെ ത്രോട്ട് ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ആ സാധനം ഒഴിവാക്കുക കേട്ടോ. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും ബെറ്റർ എന്താണെന്നറിയോ, നിങ്ങളെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരെങ്കിലും, ബ്രദർ സിസ്റ്റർ ആരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ എഴുതി വെച്ച ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് അവരോട് ചോദിക്കാൻ പറയാ. ശരിക്കും സീരിയസ്ലി തന്നെ ചോദിക്കാൻ പറയണം, അല്ലാതെ ചോദിച്ചു തുടങ്ങുമ്പോൾ ചിരിച്ചു തുടങ്ങുക, അങ്ങനെ ചെയ്യരുത്. ആദ്യം നിങ്ങൾ മിററോക്കി നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഒരു 10-25 ക്വസ്റ്റ്യൻ ആയി കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ക്വസ്റ്റ്യൻ കൊടുക്കുക. ശരിക്കും ഇന്റർവ്യൂ ആണെന്ന് വിചാരിച്ച് ചെയറിലിരിക്കുക, അവർ ഇന്റർവ്യൂറെ പോലെ ഫ്രണ്ടിലിരിക്കുക, അവരതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ പറഞ്ഞ പൊസിഷൻസും നിങ്ങളുടെ പോസ്ചറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആൻസർ പറഞ്ഞു തുടങ്ങുക. അങ്ങനെ ആൻസർ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് അവരോട് നോട്ട് ചെയ്യാൻ പറയാം. ലൈക്ക് ഈ സാധനം അത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൂക്കെ പിടിക്കുന്നു, ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ പറഞ്ഞ ഡോൺസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവരോട് ശ്രദ്ധിക്കാൻ പറയാം. അതുപോലെ തന്നെ പറയുന്നതിനിടയിൽ നേരത്തെ പറഞ്ഞ ഫില്ലിംഗ് വേർഡ്സില് ഐ വാസ് ലൈക്ക് അങ്ങനത്തെ ഫില്ലിംഗ് വേർഡ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, ഇത് വെറുതെ പറയുന്നതല്ല, പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കോൺഫിഡൻസ് കൂടി വരും. അത് ശരിക്കുള്ള കാര്യമാണ്. പ്രാക്ടീസിന് ശരിക്കും ഒരു മനുഷ്യനെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. സെൽഫ് ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെയാണ്, മൈ നെയിം ഇസ് ദിസ്, ഐ ഹാവ് സ്റ്റഡീഡ് എന്നൊക്കെ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ അവർ നിങ്ങളെ ഇന്ററപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 സെൻസും കൂടെ അധികം കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഒരു 4 സെന്റൻസ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വരും. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം? അപ്പൊ അത് നിങ്ങൾ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ട സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ പറഞ്ഞല്ലോ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കി. സെൽഫ് ഇൻട്രൊഡക്ഷൻ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ പറയാട്ടോ, അതും നല്ല ഇംഗ്ലീഷിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പോകാൻ പറ്റും. നന്നായി പഠിച്ച് റെഡിയാക്കിയിട്ട്, എഴുതി പഠിച്ച് റെഡിയാക്കിയിട്ട് പോവാം. അപ്പോ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇപ്പൊ ഞാൻ എന്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് പഠിച്ചത്, ഞാൻ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ അവർ ഇന്ററപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. അപ്പൊ ആ കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടി വന്നാൽ അഡീഷണലി ഒരു 3-4 സെൻസ് നിങ്ങളുടെ കയ്യിൽ പറയാനുണ്ടാവണം.
സോ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ ദ പാസ്റ്റ് ദിസ് മന്ത്സ് ആൻഡ് ഐ എം വെരി പാഷനേറ്റ് അബൌട്ട് ദിസ് മൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു ന്യൂ ബോൺ ICU nurse ആണെന്ന് വിചാരിക്കും. സോ ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് ഇൻ NICU ആൻഡ് ഐ ആം സ്കിൽഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം പറയാം. ആ പാഷൻ ഫോർ നഴ്സിംഗ് എങ്ങനെയാണ് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ വർക്ക് ചെയ്ത ആ ഡിപ്പാർട്ട്മെന്റിനോടുള്ള നിങ്ങളുടെ പാഷൻ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തായാലും സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ ചിലപ്പോ അവർ ഇന്ററപ്റ്റ് ചെയ്യില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് സെന്റൻസ് വേണം. അപ്പൊ ആ ഒരു ധാരണ വേണം. ചിലപ്പോൾ ഒരു 4 സെന്റൻസേ പഠിച്ചുള്ളൂ, അവർ ഇന്ററപ്റ്റ് ചെയ്തുമില്ല, 4 സെന്റൻസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിർത്തി. അപ്പൊ അങ്ങനത്തെ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ആണ്, അങ്ങനെ ഉണ്ടാവരുത്. ഓക്കെ. ഇനി അവരുടെ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ബയോഡാറ്റയെ ബേസ് ചെയ്ത് അവർ ചോദിക്കാൻ സാധ്യതയുള്ള വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ്? എന്തുകൊണ്ട് നഴ്സിംഗ് എന്ന് ചോദിക്കാം. എന്തുകൊണ്ട് നഴ്സിംഗ് എന്ന് ചോദിക്കുമ്പോൾ ചിലര് എന്താ പറയാ, അതിനും ഒരു സത്യസന്ധമായ ആൻസർ തന്നെയാണ് കേട്ടോ ശരിക്കും നല്ലത്. നഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു സർവീസ് ആണ്, അതുകൊണ്ട് എനിക്ക് സർവീസ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നു എന്നൊക്കെയുള്ള സാധനം സത്യത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. പക്ഷെ അപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ്സിനെ കുറച്ചും കൂടി ജെനുവിൻ ആക്കി കൊണ്ടുവരണം. എന്നിട്ട് അത് പറഞ്ഞാലേ അത് വിശ്വസിക്കുള്ളൂ. ഓക്കെ. അതർവൈസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേറെ ഒരു പ്രൊഫഷനും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. സോ എന്റെ ഒരു ലൈഫ് സിറ്റുവേഷൻസ് വെച്ചിട്ട് എനിക്കൊരു പെട്ടെന്നുള്ളൊരു ജോലി അത്യാവശ്യമായിരുന്നു. സോ എനിക്ക് നഴ്സിംഗ് ഇഷ്ടമായിരുന്നു. അതിന്റെ കൂടെ തന്നെ അപ്പൊ നഴ്സിംഗ് പഠിക്കാനും ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ആളുകളെ ട്രീറ്റ് ചെയ്യാനും ആളുകളെ കെയർ ചെയ്യുന്ന കാര്യത്തിലും എനിക്ക് ഇഷ്ടം തന്നെയായിരുന്നു. സോ ഐ ചൂസ് നഴ്സിംഗ് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ജെനുവിൻ ആയിട്ടുള്ള എന്ത് റീസൺ ആണോ നിങ്ങൾ നഴ്സിംഗ് എടുക്കാനുള്ളത് അത് ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാം. ഓക്കെ. അപ്പൊ ഇതിനുള്ള ആൻസർ നിങ്ങൾ എഴുതി തന്നെ റെഡിയാക്കാം. ഈ ആൻസർ ഒക്കെ നിങ്ങൾക്ക് പോകെ പോകെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ എഴുതി വെച്ച സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ആയിരിക്കില്ല രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. സോ അഡീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൻസർ ഇന്റർവ്യൂയുടെ സമയമാകുമ്പോഴത്തേക്കും റെഡിയാക്കി വെക്കുക. ഓക്കെ. വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? ഈ പോയിന്റ് നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ നിങ്ങൾ എഴുതുക. നേരത്തെ പറഞ്ഞ വീക്ക്നെസ്സുകളിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടാവണം. ഓക്കെ, അത് ഓർമ്മ വേണം. പിന്നെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ദാറ്റ് യു സീ ഇൻ വർക്കിംഗ് ഇൻ എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ആ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളിൽ ചിലപ്പോ എന്താ പറയാ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നഴ്സിംഗ് എനിക്ക് ഇഷ്ടം. ഇതിനെല്ലാമുള്ള ആൻസേഴ്സ് ഇംഗ്ലീഷിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസേഴ്സ് ഒക്കെ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പക്ഷെ നിങ്ങളോട് മലയാളത്തിലാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. ഓക്കെ. ഇപ്പൊ ചോദിക്കുമ്പോൾ പറയാണ് നഴ്സിംഗ് I have choose nursing as my profession because I loved this profession and it was my passion and I love to care for the patients എന്നുള്ള കാര്യം പറയാം. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ പറയാം, ഇപ്പൊ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റി ഈസ് ഡെഫിനറ്റ്ലി ആൻ ഇമ്പോർട്ടന്റ് തിങ്. സോ വെനെവർ വി ആർ ചൂസിങ് എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഓവർ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ദ ജോബ് സെക്യൂരിറ്റി ഈസ് ഓൾവേസ് ബെറ്റർ ഓൺ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എന്നുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള ആൻസർ പറയാം. അതന്നെയല്ലേ നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ ജോബ് സെക്യൂരിറ്റി തന്നെയാണല്ലോ. സോ ആ കാര്യം നിങ്ങൾക്ക് പറയാം. ഓക്കെ. ഇനി നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് വരാനിരിക്കുന്ന ആളാണെങ്കിൽ, അതായത് നിങ്ങൾ അതിലേക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ സെൻട്രൽ ഗവൺമെന്റിലൊക്കെ നല്ല പേ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോ ഇനി ഇൻ കേസ് നിങ്ങൾ ആ സെൻട്രൽ ഗവൺമെന്റ് ജോബ് വിട്ട് സ്റ്റേറ്റിലേക്ക് വരാനുള്ള കാരണം നിങ്ങൾക്ക് 5 വർഷം ലീവ് എടുത്ത് പുറത്തു പോകണം എന്നുള്ളത് അതുകൊണ്ടാണ് എങ്കിൽ പോലും അതൊരിക്കലും പറയരുത്. ഓക്കെ. പകരം നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് ഐ എം വർക്കിംഗ് ഇൻ സ്റ്റേറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ മൈ നേറ്റീവ്സ്, മൈ റിലേറ്റീവ്സ് ആൻഡ് മൈ ഫാമിലീസ് ഹിയർ ഇൻ കേരള. So whenever we are looking for whenever we are looking for the balance between the work life and the family life, I prefer to have my family along with me. So I would like to work in a government institute which is in Kerala. Then I can live with my family as well as I can take care of my professional family together, so that I will have a better family and professional balance എന്ന് പറയാം. ഓക്കെ. സോ അതൊരു ബെറ്റർ ആൻസർ ആയിരിക്കും. ഇതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തെടുക്കുക കേട്ടോ. സോ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ആൻസറിനെ മോഡിഫൈ ചെയ്തെടുക്കുക. കേൾക്കുന്ന ആൾക്ക് അതിലൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യണം. ആ രീതിയിലുള്ള ആൻസർ ആയിരിക്കണം. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ബീയിങ് എ നഴ്സ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. ഒരു നഴ്സ് എന്നുള്ള രീതിയിൽ
ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് എന്താണ്, വാട്ട് ഈസ് ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ബീയിങ് നഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പലർക്കും പല ആൻസർ ആയിരിക്കും. നമ്മൾ ജെനുവിൻലി ആലോചിച്ച് നോക്കുക, ഒരു നഴ്സ് എന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയതായിട്ട് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിലിപ്പോ ഞാനൊരു ആൻസർ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നിട്ട് ഏറ്റവും നല്ല ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പൊ എന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പലപ്പോഴും ഈ ഒരു മരണത്തിന്റെ അവസാനത്തെ വക്കിൽ നിൽക്കുന്ന ആളുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഭയങ്കര വിഷമമാകും. ഇപ്പൊ ഇമോഷണലി അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ചിലപ്പോൾ ഞാനൊരു 2-3 ഡേയ്സ് എടുക്കാറുണ്ട്. സോ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നഴ്സ് എന്ന രീതിയിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് എന്ന്. അത് ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ്, പക്ഷെ നിങ്ങൾക്ക് അത് ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഹാർഡസ്റ്റ് പാർട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കാം. സോ നിങ്ങളുടെ ആൻസർ എന്താണോ അതിനെ നന്നായി മോൾഡ് ചെയ്ത് നല്ല സെന്റൻസസിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സ്റ്റാർ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സിറ്റുവേഷൻ എന്താണെന്ന് പറയാം, അതിലെ ടാസ്ക് എന്താണെന്ന് പറയാം, ആക്ഷൻ എന്താണ് നിങ്ങൾ എടുത്തതെന്ന് പറയാം, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് പറയാം. ഇപ്പൊ ഈ സ്റ്റാർ ക്വസ്റ്റ്യൻ മോഡലിൽ ചോദിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കേഷൻ എറർ ഒക്കെ ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ സപ്പോസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മെഡിക്കേഷൻ എറർ സംഭവിച്ചു എന്ന് വിചാരിക്കാം. യു ഹാവ് അഡ്മിനിസ്ട്രേഡ് റോങ് മെഡിസിൻസ്, ഹൗ വിൽ യു റിയാക്ട് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോ ആലോചിക്കുക, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഈ സ്റ്റാർ മെത്തേഡിലാണ്. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഐ ഹാവ്, നമ്മളൊരു റോങ്, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു റോങ് മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, ആൻഡ് ഹൗ ഡിഡ് യു ഹാൻഡിൽ ദാറ്റ് എന്നാണ് സിറ്റുവേഷൻ എങ്കിൽ. നിങ്ങളൊരു റോങ് മെഡിക്കേഷൻ കൊടുത്ത സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നും അതിങ്ങനെയാണെന്നും പറയാം. അല്ലെങ്കിൽ I have not faced such an experience in my personal life, but I have met with one of my colleague, അല്ലെങ്കിൽ one of my team member have experienced this and I have witnessed that incident എന്ന് പറഞ്ഞുകൊണ്ട് ആ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തതാണ് സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. There was a patient who was admitted in the medical ward with this condition. ഇപ്പൊ ഡയബറ്റീസ് മെലിറ്റസ് ആയിട്ട് വന്നൊരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. And the patient was supposed to get insulin of 10 units. Accidentally, my colleague has taken, instead of 10 units, he has taken a 20 units, so അല്ലെങ്കിൽ എത്രയാണോ അത് എടുത്തു, and he have administered it. And after that only, when he rechecked, he came to know that he has administered a wrong medicine. So നിങ്ങൾ ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ്, ടാസ്ക് ആണ്. സോ soon after you have identified the situation, you have identified the mistake, next step is we have to ensure the patient safety. So that was my task, and during that time we have informed the physician on time, and as per the physician's instructions we have given the patient, നിങ്ങൾ എന്താണോ കൊടുത്തത്, എക്സ്ട്രാ 10D കൊടുത്തു, 5 അല്ലെങ്കിൽ 25D അഡ്മിനിസ്റ്റർ ചെയ്തു ഉടനെ തന്നെ. സോ വി ഹാവ് ഡൺ ഓൾ ദീസ് തിങ്സ്. സോ അവിടെ നിങ്ങൾ എന്തായി, നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്തായിരുന്നു, പേഷ്യന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക, പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയയിൽ പോവാതെ പ്രൊട്ടക്ട് ചെയ്യുക, അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. സോ ദാറ്റ് വാസ് ദ ടാസ്ക് ദർ. And what action we have taken is എന്ന് പറഞ്ഞിട്ട് we have informed the physician, and as per the physician's instruction I have given 25D ഇത്ര ml infuse ചെയ്തു എന്ന് പറയാം, bolus was given എന്ന് പറയാം. And luckily and fortunately the patient was saved without much harm എന്ന് പറയാം. So result to explain ചെയ്തു, and this was documented. And regarding this ഈ സിറ്റുവേഷൻ ഉണ്ടാവാനുണ്ടായ കാരണങ്ങളെ ഞങ്ങൾ അനലൈസ് ചെയ്തു എന്ന് പറയാം. So the possible reasons that have led to the medication error was investigated. In that we have identified that the colleague was in immense pressure, or he was after a night shift duty, so he was under physical stress, and that led to the medication error. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്ഷൻസ് എടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊണ്ടുവരാം. സോ അങ്ങനെ സിറ്റുവേഷനെ, ടാസ്കിനെ, ആക്ഷനെ, അതിന്റെ റിസൾട്ട് അങ്ങനെ ഉള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു വരാം. സോ ഇങ്ങനത്തെ പല സിറ്റുവേഷൻസ് ഈ സ്റ്റാർ ക്വസ്റ്റ്യൻ മെത്തേഡിൽ അനലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് കുറച്ച് ആൻസർ, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ രീതിയിൽ, സ്റ്റാർ ക്വസ്റ്റ്യൻ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. ടെൽ മീ അബൌട്ട് എ ടൈം യു ഹാഡ് ടു ഹാൻഡിൽ എ ഡിഫിക്കൽട്ട് പേഷ്യന്റ്. ഈ ഡിഫിക്കൽട്ട് പേഷ്യന്റ് എന്ന് മാത്രമേ ചിലപ്പോൾ അവർ പറയുള്ളൂ. ഈ ഡിഫിക്കൽട്ട് പേഷ്യന്റ്, അപ്പൊ നിങ്ങൾ അവിടെ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, when I was working in a casualty, a patient came in, he was under alcoholic, ഇതിലായിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ആ പേഷ്യന്റ് ഭയങ്കര വയലന്റ് ആയിരുന്നു, അല്ല കൂടെ വന്ന ബൈസ്റ്റാൻഡേഴ്സ് വയലന്റ് ആയിരുന്നു. സോ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്തു. അവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് പേഷ്യന്റിനെ കാമാക്കുക, എന്നിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
പിന്നെ നിങ്ങൾ അവിടെ എന്ത് ആക്ഷൻ ആണ് എടുത്തത്, എന്തായിരുന്നു റിസൾട്ട്. സോ ആ രീതിയിൽ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടൈം കുറെ ആയി. സോ ഇത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഡിസ്ക്രൈബ് എ കോൺഫ്ലിക്ട് വിത്ത് എ കോവർക്കർ ആൻഡ് ഹൗ യു റിസോൾവ് ഇറ്റ്. ഓക്കെ, അപ്പൊ കോൺഫ്ലിക്ട് വിത്ത് എ കോവർക്കർ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എക്സാമ്പിൾ ആലോചിച്ച് വെക്കാം. ടെൽ മീ അബൌട്ട് എ ടൈം യു മെയ്ഡ് എ മിസ്റ്റേക്ക് ഓർ എ മെഡിക്കേഷൻ എറർ. അത് നമ്മളിപ്പോ പറഞ്ഞു. ഡിസ്ക്രൈബ് ഇറ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളിപ്പോ ഒരു മെഡിക്കേഷൻ എറർ ഒന്നും ഇതുവരെ വരുത്തിയിട്ടുണ്ടാവില്ല എന്ന് വെച്ച് നമ്മൾ ഇതിന് ആൻസർ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒരു മെഡിക്കേഷൻ എറർ വരുത്തി എന്നുള്ള രീതി പറയേണ്ട ആവശ്യമില്ല. സോ ലക്കിലി ഐ ഹാവൻറ്റ് ഡൺ സച്ച് എ മിസ്റ്റേക്ക് ഇൻ മൈ ലൈഫ് ആൻഡ് ബട്ട് ഐ ഹാവ് വിറ്റ്നസ്ഡ് ആൻ ഇൻസിഡന്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു സിറ്റുവേഷനെ പറയാം, വേറൊരാളെ എക്സ്പീരിയൻസ് ചെയ്ത സിറ്റുവേഷനെ വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഡിസ്ക്രൈബ് എ ടൈം യു വെന്റ് എബവ് ആൻഡ് ബയോണ്ട് ഫോർ എ പേഷ്യന്റ്. അതായത് ഒരു പേഷ്യന്റിന് നിങ്ങൾ ഒരു പേഷ്യന്റ് എന്ന രീതിയിൽ ചെയ്തു കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരു പേഷ്യന്റിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലാത്ത ചില പേഷ്യൻസിന്റെ അടുത്ത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ കെയർ ഒക്കെ എടുത്ത് കൊടുക്കില്ലേ, ഒരു എക്സ്ട്രാ മീൽ കൊണ്ടുവന്ന് കൊടുക്കുക, വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത മീൽ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു എബവ് ആൻഡ് ബയോണ്ട് എ പേഷ്യന്റിനോട് കാണിക്കേണ്ടതിലും കൂടുതൽ കെയർ നിങ്ങൾ കാണിച്ച ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വല്ല എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഓർത്ത് സിറ്റുവേഷൻ ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും ഒരു സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള വൊക്കാബുലറി വേണം. ഹൗ ഡു യു പ്രയോറിറ്റൈസ് യുവർ കെയർ ഡ്യൂറിങ് എ ബിസി ഷിഫ്റ്റ്? ഈ ക്വസ്റ്റിനൊക്കെ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, കാരണം DME അണ്ടറിൽ മെഡിക്കൽ കോളേജിലൊക്കെ ഡ്യൂട്ടി കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും ബിസി ഷിഫ്റ്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള കാര്യം, സോ അതിനൊക്കെയുള്ള ആൻസർ എഴുതി പഠിക്കുക കേട്ടോ. വാട്ട് വുഡ് യു ഡു ഇഫ് യു സോ എ കൊളീഗ് ആക്ടിങ് അൺഎത്തിക്കലി ഓർ മേക്കിംഗ് എ മിസ്റ്റേക്ക്? ഒരു കൂടെയുള്ള കൊളീഗ് അൺഎത്തിക്കലി വർക്ക് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇതൊക്കെ നിങ്ങൾ ആൻസർ എഴുതി പഠിക്കുക. ടെൽ മീ അബൌട്ട് എ ടൈം യു വെർ അണ്ടർ ലോട്ട് ഓഫ് പ്രഷർ. ഇനി നമുക്ക് കുറച്ച്, അപ്പൊ ഇത്രയും പറഞ്ഞത് ഞാൻ ഈ ബിഹേവിയറൽ ആൻഡ് ക്ലിനിക്കൽ സെനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ്. ഇനി നമുക്ക് ഏതൊക്കെ പോർഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇന്റർവ്യൂവിന് നോക്കിയിട്ട് പോകണം എന്നുള്ളത് പറയാം. ഞാൻ പോയിന്റ്സ് ഏരിയാസ് മാത്രമേ പറയുന്നുള്ളൂ, ടൈം ഇപ്പൊ തന്നെ കുറെ ആയി. ഞാനിപ്പോ ഏരിയാസ് മാത്രം സ്പീഡിൽ പറഞ്ഞു പോവാണേ. നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ സ്ലൈഡിലുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ്, അതായത് ഞാൻ പറയാൻ പോകുന്ന ഏരിയാസ് ഒക്കെ നല്ല തറവായിട്ട് പഠിച്ചിട്ട് എല്ലാത്തിലും ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എങ്ങനെ വരാമെന്നുള്ള സാധ്യതകൾ നോക്കിക്കൊണ്ട് പഠിക്കുക കേട്ടോ. ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ നഴ്സിംഗ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. നമ്മുടെ മാലഫിഷ്യൻസ്, ബെനിഫിഷ്യൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ടും പഠിക്കണം. നെഗ്ലിജൻസ്, മാൽ പ്രാക്ടീസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് അത് എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, എന്താണ് നെഗ്ലിജൻസ്, എന്താണ് മാൽ പ്രാക്ടീസ്, ഇതൊക്കെ അതിന്റെ സ്റ്റേറ്റ്മെന്റോടുകൂടെ തന്നെ പഠിക്കുക. അതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പൊ ലീഗൽ സേഫ് ഗാർഡ്സ് ഫോർ നഴ്സസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസില്ലേ, ആ ഒരു പൾമണറി എഡിമ ആയിട്ട് വന്ന ആള് മരിച്ചുപോയ സംഭവം. അപ്പൊ അങ്ങനത്തെ സംഭവത്തിലൊക്കെ നമുക്കുള്ള സേഫ് ഗാർഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഡോക്യുമെന്റേഷനും ഫിസിഷ്യന്റെ ഓർഡർ അതേപോലെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതും ഗുഡ് സമാരിറ്റൻ ലോ ഫോളോ ചെയ്യുന്നതും പേഷ്യന്റ് എഡ്യൂക്കേഷനും നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇൻഫോംഡ് കൺസെന്റ്, കൺസെന്റിന്റെ എല്ലാ ആസ്പെക്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇംപ്ലൈഡ് കൺസെന്റ് ഉണ്ട്, റിട്ടൺ കൺസെന്റ് ഉണ്ട്, അങ്ങനത്തെ കൺസെന്റുകളെല്ലാം നന്നായി പഠിക്കണം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ, എന്തായാലും ഇമ്മ്യൂണൈസേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നന്നായി ബൈഹാർട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ എന്താ പറയാ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, അത് ഇപ്പം അറിയാലോ, ജാപ്പാനീസ് എൻകഫലൈറ്റിസ് ഓൾറെഡി നമ്മൾ തിരുവനന്തപുരത്ത് ആലപ്പുഴയിലും സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷെ ഇപ്പൊ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും അൺനെസസറി ആയിട്ടുള്ള മീഡിയയുടെ സൈഡിൽ നിന്നുള്ള അറ്റാക്ക് ഒക്കെ ഉണ്ടായി അല്ലെ, കുട്ടികൾക്ക് കാഴ്ച പോയി എന്ന് വരെ ന്യൂസ് വന്നിരുന്നു. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങളാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. സോ ജാപ്പാനീസ് എൻകഫലൈറ്റിസ് വാക്സിനെ കുറിച്ചും അതിന്റെ ഡോസ്, അത് കൊടുക്കുന്ന റൂട്ട്, ഏത് മാസത്തിലാണ് കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ HPV വാക്സിൻ, HPV വാക്സിനും ഇപ്പം എല്ലാവർക്കും അത് എപ്പോ കൊടുക്കണം, കുട്ടികൾ ഈവൻ സെക്ഷലി ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് തന്നെയുള്ള ഏജിൽ കൊടുത്തു തുടങ്ങണം. സോ ആ വാക്സിനും അതിന്റെ ഡോസസ് ഒക്കെ പഠിച്ചു വെക്കണം. AEFI അഡ്വേഴ്സ് ഇവന്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ, അതൊരു പ്രത്യേക കാറ്റഗറിയാണ്, അത് മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കണം. പിന്നെ റാബീസ് പ്രൊഫൈലാക്സിസ്, നിങ്ങൾക്ക് അറിയാലോ 03728. ഇപ്പൊ സ്ട്രേ ഡോഗ്സിന്റെ ഒക്കെ ഇൻസിഡൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ റാബീസ് പ്രൊഫൈലാക്സിസ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. അതിന്റെ കൂടെ തന്നെ ആ കാറ്റഗറി 1, 2, 3, 4 വൂൺസ്, ആ കാറ്റഗറി ഓരോന്നിലും എന്ത് വരും, ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ വേണ്ടത്, ഏതൊക്കെ കാറ്റഗറിയിലാണ് വാക്സിൻ മാത്രം വേണ്ടത്, ഏത് കാറ്റഗറിയിലാണ് രണ്ടും ആവശ്യമില്ലാത്തത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇമ്മ്യൂണൈസേഷൻ റിലേറ്റഡ് ആയിട്ട് എല്ലാം പഠിക്കണം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ പഠിക്കുമ്പോൾ മറക്കാതെ ആലോചിക്കേണ്ടത് കോൾഡ് ചെയിൻ, ILR, ഡീപ് ഫ്രീസേഴ്സ്, ഇതൊന്നും മറക്കരുത് കേട്ടോ. ഈച്ച് ആൻഡ് എവറി വാക്സിൻ നല്ല തറവായിട്ട് പഠിക്കണം. സൂൺ ആഫ്റ്റർ ബർത്ത് കൊടുക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ വർക്ക് പ്ലേസ് വയലൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മറ്റേ വന്ദനദാസിന്റെ കേസൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. സോ വർക്ക് പ്ലേസ് വയലൻസിനെ കുറിച്ചും അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ
ഒന്ന് ആലോചിച്ച് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുവയ്ക്കുക കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അത് ആൻസർ ചെയ്യാൻ നമുക്കൊരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് അൺനോയിങ്ലി വരും ആ കോൺഫിഡൻസ്. അതേസമയം നമ്മൾ എക്സ്പെക്ടേ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ചോദ്യമേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും പാനിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് ഒഴിവാക്കാൻ എന്താ വേണ്ടത്? ഇന്റർവ്യൂവറുടെ പോയിന്റിൽ നിന്ന് ആലോചിക്കുക, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം എന്ന് ആലോചിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കാം. സോ വർക്ക് പ്ലേസ് വയലൻസ് ഇപ്പോഴത്തെ ഒരു മെയിൻ ഇഷ്യൂ ആണ്. സോ അത് പഠിച്ചു വെക്കണം. നെയിംസ് ഓഫ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹെൽത്ത് പ്രോഗ്രാംസ്, ഇപ്പോഴുള്ള റീസെന്റ് ആയിട്ടുള്ള എല്ലാ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹെൽത്ത് പ്രോഗ്രാംസും പഠിച്ചു വെക്കണം. നമ്മുടെ മുസ്കാന്, അതുപോലെ തന്നെ ആർദ്രം മിഷൻ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ മിനിസ്റ്റേഴ്സ് ആൻഡ് ദിയർ മിനിസ്ട്രി, ഓരോന്നൊക്കെ അറ്റ്ലീസ്റ്റ് മിനിമം കേരളത്തിന്റെ എങ്കിലും പഠിച്ചു വെക്കണം. ഏത് മിനിസ്ട്രിന്റെ അണ്ടറിലുള്ളതാണ് എന്നൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഹെൽത്ത് മിനിസ്റ്റർ, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇതൊക്കെ ഓർത്തു വെക്കാം. പിന്നെ ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞല്ലോ, ബഡ്ജറ്റിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ, അത് കേരള ബഡ്ജറ്റ് ആണെങ്കിലും കേന്ദ്ര ബഡ്ജറ്റ് ആണെങ്കിലും രണ്ടിന്റെയും, കേരള ബഡ്ജറ്റിന്റെയും വായിക്കണം കേട്ടോ. അതിനകത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പഠിച്ചു വെക്കണം. ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് വർക്കിംഗ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് മിക്കവാറും നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ആ സബ്ജക്ട് എക്സ്പേർട്ടുകൾ ഉണ്ടാവുമല്ലോ, രണ്ടോ അതിൽ കൂടുതലോ പേരുണ്ടാവാം. സോ സബ്ജക്ട് എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് ഫീൽഡിൽ നിന്നുള്ളവർ നിങ്ങളോട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളവരും ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും. സോ അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മോസ്റ്റ് പ്രോബബ്ലി അത് നിങ്ങളുടെ പ്രീവിയസ് വർക്കിംഗ് ഏരിയനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും. നിങ്ങൾ ഏത് ഏരിയയിലാണോ നിങ്ങളുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഉള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. സോ അവിടെ അവർ പ്രതീക്ഷിക്കുന്നത് ഏരിയയിലുള്ള എക്സ്പെർട്ടൈസ് തന്നെയാണ്. നിങ്ങളിപ്പോ ലേബർ റൂമിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ലേബർ റൂമിന്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക്, എന്തൊക്കെ കാര്യങ്ങൾ ഒരു ലേബർ റൂം നഴ്സിനോട് ചോദിക്കാം, ലേബർ റൂം നഴ്സ് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ അവിടെ നിങ്ങളുടെ ഏരിയയിലുള്ള എക്സ്പെർട്ടൈസ് തന്നെയാണ് നോക്കുന്നത്. പ്രിഫേർഡ് ഏരിയ ഓഫ് വർക്കിംഗ്, ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ടേ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യാനാണ് ആഗ്രഹം എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയെ കുറിച്ച് പരമാവധി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ റീസൺ ചോദിക്കും, എന്തുകൊണ്ടാണ് ആ ഏരിയ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം, എന്തുകൊണ്ടാണ് ഒരു ICU നഴ്സ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ഇത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് വൈ യു വാണ്ട് ടു ബിക്കം എൻ OT നഴ്സ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു NICU നഴ്സ് ആയിട്ടിരിക്കാൻ ഇഷ്ടം, ആ റീസൺ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. പിന്നെ സ്ട്രെങ്ത്, ഒരു ICU നഴ്സ് അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി നഴ്സിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്വാളിറ്റീസ് എ കാഷ്വാലിറ്റി നഴ്സ്, എൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നഴ്സ് ഷുഡ് ഹാവ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് an NICU nurse should have, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആസ് എൻ ICU nurse എന്ന് ചോദിക്കാം. നിങ്ങളിപ്പോ ഒരു 4-5 വർഷം ICU nurse ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആസ് എൻ ICU nurse എന്ന് ചോദിക്കാം. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പറയുന്ന അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നിങ്ങളൊരു കാഷ്വാലിറ്റി നഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഒരു കാഷ്വാലിറ്റി നഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എമർജൻസി ആയിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് വേണ്ട ഒരാളാണ്. പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കർ ആയിരിക്കണം, പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ വേണം, പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം, ഇമോഷണൽ ഇന്റലിജൻസ് നന്നായിട്ട് വേണം, സിറ്റുവേഷൻസ് നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള രീതിയിൽ ഇതൊക്കെയാണ് ഒരു എമർജൻസി നഴ്സിന് വേണ്ട ക്വാളിറ്റീസ്. സോ ദീസ് ആർ ഐ കൺസിഡർ ദീസ് ആസ് മൈ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ഓക്കെ. ദെൻ ഡിഫിക്കൽട്ടീസ് യു ആർ ഫേസിങ് ആസ് ഒരു എമർജൻസി നഴ്സ് അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി നഴ്സ് എന്നുള്ള രീതിയിൽ കാഷ്വാലിറ്റി നഴ്സ് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. ഓക്കെ. സോ അങ്ങനത്തെ കേസിൽ എന്തൊക്കെ നിങ്ങൾക്ക് പറയാം? എപ്പോഴും കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കേസുകൾ വരുമ്പോൾ അതിനുള്ള സ്പേസ് കൊടുക്കാതെ അത്രയും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകളും കുറെ അധികം വരുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ടീസിൽ ആഡ് ചെയ്ത് പറയാം. ഓക്കെ. പിന്നെ എക്സ്പെർട്ടൈസിങ് ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫ്രം ദ ഏരിയ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കാം. സോ നിങ്ങൾ ഏത് ഏരിയ ആണോ നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസ് ആയിട്ട് എഴുതുന്നത് ആ ഏരിയ എങ്കിലും മസ്റ്റ് ആയിട്ടും തറവായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് എക്സാമ്പിൾ എഴുതിയതാണ്. ഇപ്പൊ കാഷ്വാലിറ്റി ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഏരിയ എങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഏരിയാസ് മാത്രമാണ് പറഞ്ഞത്. ട്രയാജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. മാസ് കാഷ്വാലിറ്റിയുടെ മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. കോഡ് ബ്ലൂ മാത്രമല്ല, പലതരം കോഡ് പിങ്ക് ഉണ്ട്, കോഡ് ബ്ലൂ ഉണ്ട്, കുറെ കോഡുകളുണ്ട്. എല്ലാ കോഡും ഓരോ കോഡും എന്തിനാണെന്ന് പഠിച്ചിരിക്കണം. എമർജൻസി ഡ്രഗ്സിൽ എങ്ങനെയൊക്കെയാണ്, ഇപ്പൊ നിങ്ങൾ അഡ്രിനാലിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അട്രോപ്പിൻ എങ്ങനെയാണ് എടുക്കുക, എത്ര ടൈം കൂടുമ്പോഴാണ് കൊടുക്കുക, എത്രയാണ് അതിന്റെ ഡോസേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് എമർജൻസി ഡ്രഗ്സ് എന്ന് പഠിക്കണം. എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ കാഷ്വാലിറ്റിയിൽ ഉണ്ടാവാറുള്ളത്. കൺസെന്റ് നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫോംഡ് കൺസെന്റും ഇംപ്ലോയിഡ് കൺസെന്റും ഒക്കെ നന്നായി പഠിക്കണം.
ബ്രോഡ് ഡെഡ് പ്രൊസീജിയേഴ്സ് കാഷ്വാലിറ്റി ആണെങ്കിൽ ഒരു പേഷ്യന്റിനെ ബ്രോഡ് ഡെഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അത് പഠിക്കണം. നോ ബൈസ്റ്റാൻഡർ കേസസ് മാനേജ്മെന്റ്, ചില സമയത്ത് നോ ബൈസ്റ്റാൻഡർ കേസസ് വരും. അപ്പൊ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ മറക്കരുത്. പിന്നെ ട്രോമ കേസസിന്റെ മാനേജ്മെന്റ്, അസോൾട്ട്, ഡ്രഗ് അഡിക്റ്റഡ് പേഷ്യൻസ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാം. അഡ്രിനാലിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ എക്സാമ്പിൾ മാത്രം എഴുതിയതാണ്, എല്ലാ എമർജൻസി ഡ്രഗിന്റെയും പഠിക്കണം. അനാഫിലാക്സിസ് മാനേജ്മെന്റ്, പോയ്സണിങ്, പൾമണറി എഡിമ മാനേജ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാഷ്വാലിറ്റിയിൽ പഠിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ എഴുതുന്നത് ലേബർ റൂം ആണെങ്കിൽ മെയിൻ ആയിട്ടും PPH, പോസ്റ്റ്മോർട്ടം ഹെമറേജ്, അതിന്റെ ടൈപ്സ്, അതിന്റെ മാനേജ്മെന്റ്, ഓക്സിറ്റോസിന്റെ ഇൻഫ്യൂഷൻ, പാർട്ടോഗ്രാഫിന്റെ ആക്ഷൻ ലൈന്, അലേർട്ട് ലൈന്, ഓരോന്നും എവിടെയാണ് തുടങ്ങുന്നത്, എത്ര സെന്റിമീറ്ററിൽ എത്ര അവേഴ്സ് ആണ് അതിന്റെ തമ്മിലുള്ള ഗ്യാപ്പ്, ഇതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് പേഷ്യന്റ് ഫോർ ഒരു നോർമൽ ഡെലിവറിക്കുള്ള പേഷ്യന്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു സിസേറിനുള്ള പേഷ്യന്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. പ്രൊലോങ്ഡ് ലേബർ, ഒബ്സ്ട്രക്റ്റഡ് ലേബർ, പിന്നെ ഫീറ്റൽ ഡിസ്ട്രസിന്റെ സയൻസ് എന്തൊക്കെയാണ്, റപ്ചർ ഓഫ് മെംബ്രെയിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, വാക്വത്തിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, ഫോസെപ്സിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നഴ്സിംഗ് മാനേജ്മെന്റ്, എക്ലാംസിയയുടെ പ്രീ എക്ലാംസിയയുടെ നഴ്സിംഗ് മാനേജ്മെന്റ്, അബ്ഗാർ സ്കോർ, ന്യൂബോൺ അസസ്മെന്റ്, കൺജനിറ്റൽ അനോമലീസ് ഓഫ് ദ ന്യൂബോൺ, വാക്സിനേഷൻ സൂൺ ആഫ്റ്റർ ഡെലിവറി. അപ്പൊ നിങ്ങൾ വൈറ്റമിൻ കെയും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, OPV, BCG ഇതൊന്നും മറക്കരുത്. അതിന്റെയൊക്കെ ഡോസേജ്, റൂട്ട് ഒക്കെ പഠിച്ചിരിക്കണം. ടൈപ്സ് ഓഫ് ഡെലിവറീസ് നേരത്തെ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള വാക്വം, ഫോസെപ്സ്, നോർമൽ, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻസ് ഇൻ ലേബർ, ഷോൾഡർ ഡെലിവറിയും അതുപോലെ തന്നെ ബ്രീച്ചും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പഠിക്കാം. ഇൻഡിക്കേഷൻ ഫോർ LSCS, ഇങ്ങനത്തെ നോർമലി ഒരു ലേബർ റൂം നഴ്സ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെ പോവാട്ടോ. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, പിന്നെ ലേബർ കമ്പാനിയനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അതായത് ഒരു ലേഡിക്ക് ലേബർ കമ്പാനിയൻ എൻഷുർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ, നിങ്ങൾ എന്താ വിചാരിക്കണേ, കൂടുതൽ കൂടെ ഹസ്ബൻഡിനെ കയറ്റണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആൻസർ ആയിരിക്കണം, ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പൊ ഒരിക്കലും ലേബർ കമ്പാനിയന്റെ ഒന്നും ആവശ്യമില്ല, മെഡിക്കൽ കോളേജ് പോലത്തെ സ്ഥലത്തൊന്നും അതൊന്നും പോസിബിളേ അല്ല, ഇങ്ങനത്തെ ആൻസർ ഒന്നും ഒരിക്കലും പറയരുത്. ലേബർ കമ്പാനിയൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. അത് മാത്രമല്ല ഡെലിവറി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു രോഗാവസ്ഥയല്ല. സോ അങ്ങനത്തെ രീതിയിൽ ആൻസർ ആക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം, ഇപ്പൊ ലേബർ എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ പ്രോസസ് ആണ് എന്ന് മാത്രമല്ല, ഒരു ലേഡി ഏറ്റവും കൂടുതൽ സ്ട്രെസ് അണ്ടർഗോ ചെയ്യുന്ന സമയം അവർക്ക് അവരുടെ പാർട്ട്ണറിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ലേബർ. സോ ആ ലേഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ലേബർ കമ്പാനിയനെ ശരിക്കും അനുവദിക്കേണ്ടതാണ്. പക്ഷെ ഇന്നത്തെ മെഡിക്കൽ കോളേജിന്റെയും നമ്മളുടെ ഗവൺമെന്റ് ഫെസിലിറ്റീസിലൊക്കെ നമുക്കത് പേഷ്യൻസിന്റെ എണ്ണം കൂടുതലും, നമുക്ക് മാനേജ് ചെയ്യേണ്ട പേഷ്യൻസിന്റെ എണ്ണം കൂടുതലും, ഫെസിലിറ്റീസിന് അത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയും ഇത്തരം സിറ്റുവേഷൻസിൽ ഒരു ലേബർ കമ്പാനിയനെ അലോ ചെയ്യാൻ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇൻ ഫ്യൂച്ചർ ഈവൻ ഗവൺമെന്റ് ഫെസിലിറ്റീസിൽ വരുന്ന ആളുകൾക്ക് പോലും, സ്ത്രീകൾക്ക് പോലും ലേബർ കമ്പാനിയനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റം ഇൻ ഫ്യൂച്ചർ ഡെവലപ്പ് ആകുമായിരിക്കും. അങ്ങനെ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ആൻസർ പറയാം കേട്ടോ. അല്ലാതെ ലേബർ കമ്പാനിയന്റെ ഒന്നും ആവശ്യമില്ല, ലേബർ കമ്പാനിയൻ ഉണ്ടായിട്ടാണ് ഇത്രയും നാൾ ആളുകൾ പ്രസവിച്ചതെന്നൊന്നും ഒരിക്കലും പറയരുത്. സോ എപ്പോഴും പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൻസർ പറയാം, ഈവൻ ദോ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അതല്ലെങ്കിൽ പോലും. ഓക്കെ, ഇനി പബ്ലിക് ആൻഡ് മാസ് മീഡിയയുടെ ഇൻട്രൂഷൻ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ കാണാം യൂട്യൂബിലൊക്കെയുള്ള വ്ളോഗേഴ്സ് ഒക്കെ വിത്ത് ഫുൾ ക്യാമറയാണ് ഡെലിവറിക്കൊക്കെ വരുന്നത്. നിങ്ങളൊരു ലേബർ റൂം നഴ്സ് ആണെങ്കിൽ നിങ്ങൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എന്താണോ പോളിസി അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ആൻസർ പറയാം കേട്ടോ. സോ അതൊക്കെ പ്രൊഫഷണൽ ആൻസേഴ്സ് റെഡിയാക്കി വെക്കുക. ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ലേബർ റൂം, പ്ലാസന്റൽ ഡെലിവറിയുടെ മെത്തേഡ്സ് ഒക്കെ അറിയാലോ, അതൊക്കെ പഠിക്കണം. സ്റ്റേജസ് ഓഫ് ലേബർ ഒക്കെ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ലേബർ റൂമിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ പോട്ടെ, നിങ്ങൾ ഈ സ്ലൈഡ് നോക്കിയിട്ട് ഓരോന്നിന്റെ ആൻസർ പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ, ടൈം ഒരുപാട് നേരം വൈകി. പീഡിയാട്രിക്സ് ആണെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. അസസ്മെന്റ് ഇൻ ചിൽഡ്രൻ, ഓരോ ഏജ് ഗ്രൂപ്പിന്റെയും അസസ്മെന്റ്. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, അതൊരു വളരെ ഇപ്പം അത്രയും പ്രസക്തി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, മൈൽ സ്റ്റോൺസ്. പിന്നെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിന്റെ കാര്യത്തിൽ മാത്രം 2 സെന്റൻസ് പറഞ്ഞോട്ടെ. പ്രിക്കോഷ്യസ് പ്യൂബർട്ടിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ, പ്രിക്കോഷ്യസ് പ്യൂബർട്ടിക്കൊക്കെ കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പീരീഡ്സ് ആവുന്നൊന്നും പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയിൽ വരുന്നില്ല. അതിനൊക്കെ ഏജ് ഉണ്ട്, ആ ഏജ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം.
പെൺകുട്ടികളിലും ആൺകുട്ടികളിലും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് നേരത്തെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയാം. അതിന് WHO ഡിഫൈൻ ചെയ്ത ഏജ് ഉണ്ട്. സോ ആ ഏജ് അനുസരിച്ച് തന്നെയാണ് ഇത്ര ഏജിന് മുന്നേ പെൺകുട്ടികളിൽ, ഇത്ര ഏജിന് മുമ്പ് ആൺകുട്ടികളിൽ, അങ്ങനെ തന്നെയുണ്ട്. സോ ആ ഡെഫിനിഷൻ തന്നെ എക്സാക്ട് ആയിട്ട് പഠിച്ചു വെക്കണം. അതിനെയാണ് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പിന്നെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയുടെ റീസൺസ് ആയിട്ട് എല്ലാവരും പൊതുവെ നമ്മുടെ വാട്സപ്പിലൊക്കെ വരാറുള്ള സാധാരണ റീസൺസ് ചിക്കൻ കഴിക്കുന്നതൊക്കെ അല്ലേ. സോ ആ രീതിയിലുള്ള ആൻസർ പറയരുത്. എപ്പോഴും നമ്മുടെ ആൻസർ പ്രൊഫഷണൽ ആൻഡ് സയന്റിഫിക് ആയിരിക്കണം. സോ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയുടെ കാരണം എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നേരെ തന്നെ ഇപ്പൊ ആൾക്കാർ ചിക്കൻ കഴിക്കുന്നത് കൂടുതലാണെന്നോ അങ്ങനെയൊന്നും ആ ആൻസറിലേക്ക് ജമ്പ് ചെയ്യരുതൊരിക്കലും. പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയുടെ റീസൺസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് റിസർച്ചസ് നടക്കുന്നുണ്ട്. ഈവൻ ദോ നമ്മളുടെ ഫുഡ് പാറ്റേണും നമ്മളുടെ കൾച്ചറൽ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി, നമ്മളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് മാറിയത് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. എങ്കിൽ പോലും അതിന്റെ റീസൺസിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള സ്റ്റഡികളിലൊക്കെ പറയുന്നത് ട്രോപ്പിക്കൽ ഏരിയാസിലുള്ള ഹ്യൂമൻ ബീങ്സിൽ മെച്യൂരിറ്റി വളരെ ഏർലി ആയിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അതിനുള്ള റീസൺസ് ജനറ്റിക്കലിയും അല്ലാതെ നേച്ചർ വൈസുമുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ട്രോപ്പിക്കൽ ഏരിയാസിൽ ഇതുപോലെ മെച്യൂരിറ്റി ഏജ് വളരെ നേരത്തെ ആവുന്നുണ്ട് എന്നുള്ളത് ഒരു ഒബ്സർവേഷണൽ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് തന്നെയാണ്. സോ അതും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മറ്റുള്ളവർ ഇപ്പൊ നരയൊക്കെ നമ്മളുടെയൊക്കെ അച്ഛനമ്മമാരിൽ ഒരു 20-30 വർഷം വന്നതിനേക്കാൾ ഒരു 20 years ബിഫോർ ആയിട്ടാണ് അതിന്റെ തൊട്ട് ശേഷമുള്ള ജനറേഷനിൽ ഇപ്പൊ നര വന്നു തുടങ്ങുന്നത്. സോ അതുപോലെ നമ്മളുടെ മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇപ്പൊ ഫാസ്റ്റ് ആവുന്നുണ്ട്, കുറച്ചുകൂടി സ്പീഡ് കൂടുതലാണ്. സോ അതിനുള്ള റീസൺസ് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വൺ ഓഫ് ദ റീസൺ ആയിരിക്കാം, എങ്കിലും കൂടുതൽ റിസർച്ച് സ്റ്റഡികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഈ രീതിയിൽ ആൻസർ പറയാം കേട്ടാ. അല്ലാതെ ഒരിക്കലും കുട്ടികൾ ഇപ്പൊ ബ്രോയിലർ ചിക്കൻ ഒക്കെ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആന്റിബയോട്ടിക് ഏറ്റ് ചിക്കനാണ് കഴിക്കുന്നത് എന്നൊന്നും പറയരുത്. അങ്ങനത്തെ റീസൺസ് പറയരുത്. ഓക്കെ. സോ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി നന്നായിട്ട് വായിച്ചിട്ട് പോകണം. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മൈൽ സ്റ്റോൺസ് പഠിക്കണം. ഡോസേജ് ഓഫ് മെഡിസിൻസും ഡ്രഗ് കാൽക്കുലേഷനും ഇമ്പോർട്ടന്റ് ആണ് പീഡിയാട്രിക്സിൽ. ഡ്രഗ് കാൽക്കുലേഷന്റെ ഫോർമുലാസ് പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ് നിങ്ങൾക്ക് അറിയാലോ, പീഡിയാട്രിക് നഴ്സിംഗിന്റെ ഒരു ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 or 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് അങ്ങനെ ബൈഹാർട്ട് ചെയ്യണം. നിങ്ങൾ പീഡിയാട്രിക്സ് ഏരിയ ആണ് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏരിയ എങ്കിൽ. ഹാൻഡ്ലിംഗ് ഓഫ് പാരന്റ്സ്, മിക്കവാറും പീഡിയാട്രിക് ചിൽഡ്രനെ പീഡിയാട്രിക് ഗ്രൂപ്പിനെ ട്രീറ്റ് ചെയ്യാനുള്ള മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ബുദ്ധിമുട്ട് ആങ്ഷ്യസ് പാരന്റ്സിനെ ഡീൽ ചെയ്യലാണ്. അത് ഓർമ്മ വേണം. സോ ആ കാര്യം എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള കാര്യം പഠിക്കുക കേട്ടോ. പിന്നെ ചോക്കിങ്ങിന്റെ ഒക്കെ ഫസ്റ്റ് എയ്ഡ് പഠിക്കുക. പിന്നെ പീഡിയാട്രിക്സിൽ കാണുന്ന കോമൺ കണ്ടീഷൻസ്, ഡയറിയ, ന്യൂമോണിയ, ഇതിന്റെ ഒക്കെ മാനേജ്മെന്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് വാരിയസ് ഡിസീസസ്, കോമൺ ആയിട്ട് കാണുന്ന പീഡിയാട്രിക് കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. ORSന്റെ ഓസ്മോളാലിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ORSും പിന്നെ ORSനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കോടതി വിധി ഓർമ്മ വേണം. അതായത് ഈ എല്ലാവിധ എനർജി ഡ്രിങ്കുകളിലും ഇപ്പൊ ORS എഴുതിയിട്ട് വരാൻ പാടില്ല, അത് ബാൻ ചെയ്തുകൊണ്ടുള്ള റൂൾ കോടതി വിധി വന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ പെയിൻ മാനേജ്മെന്റ് ഇൻ ചിൽഡ്രൻ, അത് കുട്ടികളിലുള്ള പെയിൻ മാനേജ്മെന്റിന്റെ മെത്തേഡ്സ് വായിച്ചിട്ട് പോകണം. അസെപ്സിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫെക്ഷൻ കൺട്രോള്, അസെപ്സിസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇമ്മ്യൂണൈസേഷൻ നമ്മൾ പറഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പഠിക്കണം. അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻ അല്ലെങ്കിൽ പാരന്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് പോകണം. ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഇൻ NICU, ഇതും മറക്കരുത്. ഓക്കെ. ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ തന്നെയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, HIV-യിലാണെങ്കിലും HBCG-യിലാണെങ്കിലും ഒക്കെ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്താണെന്ന് പഠിക്കണം. ബ്ലഡ് സ്പില്ലേജ് മറക്കാത്ത ക്വസ്റ്റൻ ആണ്, ഒരിക്കലും മറക്കരുത്. ബ്ലഡ് സ്പില്ലേജ്, ചെറിയ സ്പില്ലേജ് ആണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം, വലിയ സ്പില്ലേജ് ആണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ള സെപ്പറേറ്റ് ഉണ്ട് ഇൻഫെക്ഷൻ കൺട്രോളിൽ. അതൊക്കെ വായിച്ചിട്ട് പോകണം. പിന്നെ സൂപ്പർ ബഗ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ. സൂപ്പർ ബഗ്സ് എന്ന് സാധാരണ നമ്മൾ പറയുന്നത് MRSA ഒക്കെയാണ്. സോ സൂപ്പർ ബഗ്സ് എന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, പ്രോട്ടോസോറിയ ആവാം, എന്തും ആവാം. നമ്മളുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് കൊണ്ടൊന്നും അതിനോടൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കുറെ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഒരുമിച്ച് സൂപ്പർ ബഗ്സ് എന്ന് പറയാറുള്ളത്. സോ അതിന്റെ ഒക്കെ കുറച്ച് പേരുകൾ പഠിച്ചു വെക്കണം. അതിന്റെ പേരുകളും പഠിച്ചു വെക്കണം, അതിന്റെ ഒരു പ്രത്യേകതയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. MRSA മാത്രമല്ല, വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ക്ലോസ് സ്റ്റഡി ഒക്കെ അതിനകത്ത് വരും. പിന്നെ CRE വരും, VRE വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 3 മിനിമം ഒരു 3 പേരെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ആന്റിബയോട്ടിക് പോളിസി മാറേണ്ടതിന്റെ ആവശ്യകത, മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഈ പോയിന്റിനെ കുറിച്ചൊക്കെ നന്നായി സംസാരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ. ഒരു കാരണവശാലും ഈ വാട്സപ്പിലൊക്കെ വരുന്ന അൺഎത്തിക്കലി വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നമ്മുടെ വായിൽ നിന്ന് പറയാനേ പാടില്ല. നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. വെരി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് വരാവുള്ളൂ. ഓക്കെ. സോ ഇത്രയാണ്
മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി മെഡിക്കൽ സർജിക്കലിലൊക്കെ ഏകദേശം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ റൈറ്റ്സ് ഓഫ് മെഡിസിൻ അഡ്മിനിസ്ട്രേഷനും പിന്നെ ഡയബറ്റീസ് മെലിറ്റസിന്റെ മാനേജ്മെന്റ്, ഹൈപ്പർ ടെൻഷൻ്റെത്, പിന്നെ കുറച്ച് ഡയബറ്റീസ് മെലിറ്റസും ഡയബറ്റീസ് ഇൻസിപ്പിഡസും തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെ മുന്നേ DHSന്റെ ഒക്കെ ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സിംഗ് ഓഫീസർ, ഇതൊന്നും മറക്കരുത്. പിന്നെന്താണ് ട്രയാജ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ, കംഫർട്ട് ഡിവൈസസ്, പിന്നെ കളർ കോഡിംഗ് ഒക്കെ, ഓക്സിജന്റെയും അതുപോലെ തന്നെ വാക്വം ഇതിന്റെയും ഒക്കെ കളർ കോഡിങ് അതൊക്കെ നോക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് മറക്കാനേ പാടില്ല, അത് പഠിക്കണം. പിന്നെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയിലുള്ള പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് പഠിക്കണം. പൾമൺറി എഡിമയുടെ മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കണം കേട്ടോ. പിന്നെ എൻഡ് ഓഫ് ലൈഫ് കെയർ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പലതരം ഫസ്റ്റ് എയ്ഡുകൾ, ചോക്കിങ്ങിൻ്റെത്, CPRൻ്റെത്, അതിന്റെ റേഷ്യോ, കുട്ടികളിലെ അഡൽട്ടിലുള്ള റേഷ്യോ, ഇതൊക്കെ പഠിക്കണം. പിന്നെ എല്ലാതരം കോഡ് ബ്ലൂ, കോഡ് പിങ്ക്, ഇതൊക്കെ പഠിക്കണം. വാക്സിൻ സ്റ്റോറേജ്, ABG വാല്യൂസ്, അബ്ഗാർ സ്കോർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ MLSPയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കണം. ബേൺസിലെ ഫ്ലൂയിഡ് കാൽക്കുലേഷൻ ഒക്കെ നോക്കി വെക്കണം. പീഡിയാട്രിക്സ് ഒക്കെ ആണെങ്കിൽ നിയോനേറ്റൽ ജോണ്ടിസ് ഒക്കെ വളരെ കോമൺ അല്ലേ, അപ്പൊ അതിലെ ഫിസിയോളജിക്കൽ ജോണ്ടിസും അല്ലാത്ത പത്തോളജിക്കൽ ജോണ്ടിസും അതൊക്കെ വായിച്ചിട്ട് പോകണം. പിന്നെ ഈ MID ഒക്കെ മാനേജ്മെന്റ് എന്തൊക്കെയാണ്, MIയിലെ തന്നെ ടൈപ്സ്, അതിന്റെ മാനേജ്മെന്റ്, അതിന് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ ഡിസിൻഫെക്ഷനും ഹാൻഡ് വാഷിംഗ്, മെഡിക്കൽ ഹാൻഡ് വാഷിംഗ്, സർജിക്കൽ ഹാൻഡ് വാഷിംഗ്, അതിന്റെ സ്റ്റെപ്സ്, എത്ര മിനിറ്റ് മിനിമം ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. മെഡിക്കേഷൻ എറേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്പെഷ്യലി നിങ്ങൾ ഇപ്പൊ സൈക്യാട്രി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സൈക്യാട്രിക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈക്യാട്രിക്കിൽ വരുന്ന ഡ്രഗ്സ്, അതില് ഇപ്പോഴത്തെ കുറെ കണ്ടീഷൻസ്, ഡിപ്രഷൻ ആണെങ്കിലും സ്കീസോ ആണെങ്കിലും അങ്ങനത്തെ കുറെ കാര്യങ്ങള്, ഷോക്ക് തെറാപ്പി, ECT, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നോക്കണം. ഡ്രഗിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ അതിൽ പഠിക്കണം. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഒക്കെ നോക്കിയിട്ട് വരണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൈക്കാട്രിയിൽ നോക്കാം. മെഡ്സർച്ച് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒരു കടലാണ്, അപ്പൊ ഒരു കോമൺ കണ്ടീഷൻസ് കുറെ ഉണ്ടാവും, അതൊക്കെ പഠിച്ചിട്ട് വരാം. പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ കൺട്രോളും ഇമ്മ്യൂണൈസേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കുക. പ്രോഗ്രാംസ് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. കേരള ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് വളരെ നന്നായി പഠിക്കണം. കേന്ദ്ര ഗവൺമെന്റിനെയും പഠിക്കണം. കേരള ഗവൺമെന്റിന്റെ റീസെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ പഠിക്കണം. മറ്റേ ഈ മന്ദഹാസം, വയോമധുരം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗ്ലൂക്കോമീറ്റർ ഫ്രീ ആയി കൊടുക്കുന്ന പരിപാടികളും, അതുപോലെ തന്നെ വെപ്പുപല്ല് വെക്കാനായിട്ടുള്ള എൽഡർലീസിനുള്ള പ്രോഗ്രാം, മന്ദഹാസം, അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം പഠിച്ചിട്ട് പോകണം കേട്ടോ. അങ്ങനെ റീസെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം വായിക്കണം. ആർദ്ര മിഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഓർഗൻ ഡൊണേഷന്റെ ഒക്കെ, മൃതസഞ്ജീവനിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് പോകണം. സോ നിങ്ങൾ ഒരു പരമാവധി കാര്യങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ടുള്ള പ്രാക്ടീസ് മറക്കുകയോ ചെയ്യരുത്. അത് മസ്റ്റ് ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കോൺഫിഡന്റ് ആവും. പിന്നെ അത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കുകയും കുറെ ക്വസ്റ്റ്യൻസ് അതിൽ എഴുതി വെച്ച് നിങ്ങൾ ആ ഇന്റർവ്യൂവിന്റെ ദിവസം ഇന്റർവ്യൂവിന് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇന്റർവ്യൂ എറ്റിക്കറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നു, ഈ പൊസിഷനും ഈ കൈയുടെ ഹാൻഡ്ലിങ്ങും മാനറിസംസ് ഒക്കെ മാറി നല്ല വൊക്കാബുലറിയിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻ ഒക്കെ നല്ലപോലെ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയിട്ട് പറയാനുള്ള ഒരു പ്രാക്ടീസ് ഒക്കെ നേടി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യനെയും വളരെ പാനിക് ആവുന്ന ഒരു മനുഷ്യനെയും കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. ഈ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്നവർ നല്ല എക്സ്പേർട്സ് ആയിരിക്കും, ഒരുപാട് ഇന്റർവ്യൂകൾ ചെയ്ത് ശീലമുള്ള ആളുകളായിരിക്കും. സോ നിങ്ങളെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് ചെല്ലുക. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു കാരണവശാലും അവരൊരിക്കലും നമ്മൾ മോശമായിട്ട് ആൻസർ ചെയ്യണമെന്ന് ഒരിക്കലും അവർ വിചാരിക്കുന്നില്ല. നന്നായിട്ട് ആൻസർ ചെയ്യണം തന്നെയാണ് അവർ ആഗ്രഹിക്കുക. അത് ഏത് കുട്ടി, ഇപ്പൊ ഈവൻ വൈവയ്ക്ക് ഒരു ടീച്ചർ വന്നിരിക്കുമ്പോൾ ടീച്ചറിന്റെ മുന്നിലിരിക്കുന്ന കുട്ടി നന്നായി ആൻസർ ചെയ്യണം എന്നാണ് ടീച്ചർ ആഗ്രഹിക്കുക. അല്ലാതെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ കുട്ടീക്ക് ഉത്തരം പറയാൻ പറ്റാത്ത വിധം ഞാൻ ചോദിക്കും എന്നല്ല ടീച്ചർമാര് വിചാരിക്കുക. സോ അതേപോലെ തന്നെയാണ് ഇന്റർവ്യൂ ബോർഡും. സോ ആ കാര്യം മനസ്സിലോർക്കുക, പരമാവധി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക, അതിന് ആൻസർ ചെയ്യാം കേട്ടോ. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യട്ടെ. വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? സ്റ്റോപ്പ് ചെയ്യാമോ? മാം ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളിപ്പോ JPH-നായിട്ട് വർക്ക് ചെയ്യുവാണേ, അപ്പം ആ ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതിന് മുന്നേ അപ്പൊ MLHP എന്നുള്ളതും പ്രതീക്ഷിക്കാം, JPH-നും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ JPH-ന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു, MLHP-യുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഒരു JPH-നായി വർക്ക് ചെയ്തിട്ട് പിന്നീട് MLHP-യിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തത്, അത് നിങ്ങളെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്തോ അതോ നിങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ആയോ,
അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം. ഇനി ഒരു ML ലക്ഷ്മി എന്നുള്ള രീതിയിൽ നിന്ന് നിങ്ങൾ ഒരു നഴ്സിംഗ് ഓഫീസറായി മാറുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. ഇപ്പൊ JPHന്റെ ഒക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ച് തന്നെ പഠിക്കുക കേട്ടോ, അതൊക്കെ നോക്കി വായിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറെ കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും. ആസ് എ JPHN എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള ഇൻസിഡന്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ മാം, താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാവോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാം കേട്ടോ. സ്റ്റോപ്പ് ചെയ്യട്ടെ? ഓക്കെ മാം, സ്റ്റോപ്പ് ചെയ്യട്ടെ? ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം.